പുരുഷന്മാര് പെണ്ണിന്റെ വേഷം കെട്ടുന്നതും പെണ്ണ് പുരുഷന്റെ വേഷം കെട്ടുന്നതും അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തതല്ലേ? ഓ ചെറുപ്പക്കാരികളെ, അതാ ജീൻസും പാന്റുമിട്ട് ടീഷർട്ടും ധരിച്ച് പുരുഷന്റെ വേഷത്തിൽ നടക്കുന്ന ചില പെൺകുട്ടികളില്ലേ? അതുപോലെ പെണ്ണിന്റെ വേഷമായിട്ട് അതാ നടക്കുന്ന പുരുഷന്മാരില്ലേ? പുരുഷന്റെ വേഷം കെട്ടുന്ന ചില സ്ത്രീകളില്ലേ? എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്നതത മിനർ റിജാലി വൽ മുതറജ്ജിലത മിനൻ നിസാ. പെണ്ണിന്റെ കൂട്ടത്തിൽ ആണിന്റെ വേഷം കെട്ടുന്നവരും ആണിന്റെ കൂട്ടത്തിൽ പെണ്ണിന്റെ വേഷം കെട്ടുന്നവരും അല്ലാഹു ലഅനത്ത് ചെയ്തുവെന്ന് പഠിപ്പിച്ചതല്ലേ? ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽ ഈമാനില്ലാതെ തഖ്വയില്ലാതെ ഭക്തിയില്ലാതെ ജീവിച്ച മനുഷ്യനെ അല്ലാഹ് പറയുന്നു, ആ ജീവിച്ച മനുഷ്യരെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിടിക്കപ്പെടുന്നു. എങ്ങനെയാണ് പിടിക്കുന്നത്? ബിന്നവാസി വൽ അഖ്ദാം. തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്ന പെണ്ണില്ലേ? തലമറക്കുന്നവരെ പരിഹസിച്ചവരില്ലേ? അതുപോലെ പല പല തെറ്റുകളും ചെയ്തവനില്ലേ? സുബ്ഹാനല്ലാഹ്. ഫയൂഖദു ബിന്നവാസി വൽ അഖ്ദാം. കാലിങ്ങോട്ട് പിടിക്കുന്നു, അതേ തലയുടെ മൂർധാവും പിടിക്കുന്നു, രണ്ടും കൂടി കൂച്ചിക്കെട്ടുന്നു, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഫബിഐ ആലാഇ റബ്ബികുമാ തുകന്നിബാൻ. നിങ്ങൾക്ക് തന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? റബ്ബ് പിന്നെയും ചോദിക്കുന്നു. അതിനുശേഷം പിന്നെ എറിയപ്പെടുന്ന ജഹന്നമിനെ കുറിച്ചാണ് പറയുന്നത്. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. കൃത്യമായി നിസ്കരിക്കണേ, കള്ളം പറയരുതേ, നോമ്പെടുക്കണേ, സകാത്ത് കൊടുക്കണേ, ധർമ്മം
ചെയ്യണേ, കുടുംബ ബന്ധം ചേർക്കണേ, അയൽവാസികൾക്ക് നന്മ ചെയ്യണേ, പ്രായമുള്ളവരെ ബഹുമാനിക്കണേ, ബാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കണേ, മക്കളോട് കാരുണ്യം ചെയ്യണേ, ഭാര്യമാർക്ക് നന്മ ചെയ്യണേ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ കൽപ്പനയില്ലേ. ആ കൽപ്പനകളൊന്നും തന്നെ സ്വീകരിക്കാതെ ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളും ഭാര്യമാരെ ചതിക്കുന്ന പുരുഷന്മാരും അതുപോലെ ഹറാം ഹലാലില്ലാതെ സമ്പാദിക്കുന്ന സമ്പാദ്യക്കാരനും അതേ ഏത് തെറ്റുകൾക്കും ഒരു ചിന്തയുമില്ലാതെ നടന്നു പോകുന്നവനും അങ്ങനെ കുറെ ജനങ്ങളില്ലേ. ഓ ചെറുപ്പക്കാരേ, പടച്ച റബ്ബിന്റെ കാരുണ്യമാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പിന്നെ അവിടെ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് നിങ്ങളുടെ കാലും നിങ്ങളുടെ തലയും കൂട്ടി പിടിച്ചു കെട്ടുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ പറയാൻ പോകണ്ട. പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ് ഓരോന്നും ഓരോന്നും അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജഹന്നമിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ് സൂറത്തുർ റഹ്മാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഈമാനില്ലാത്തവരും തമാടിത്തം ചെയ്യുന്നവരും തെറ്റുകൾ പ്രവർത്തിക്കുന്നവരും അവർ കളവാക്കിയ ജഹന്നമാണിത്. നിങ്ങൾ കളവാക്കിയ ജഹന്നമാണിത്. തെറ്റ് ചെയ്ത പാപികൾ കളവാക്കിയ എന്ത് ജഹന്നം, എന്ത് നരകം എന്ന് ചോദിച്ചവരില്ലേ, അവർ കളവാക്കിയ ജഹന്നമാണിത്. ജഹന്നമാണത് എന്ന് അല്ല പറഞ്ഞില്ല, ജഹന്നമാണ് ഇത് എന്നാണ് അല്ല പറഞ്ഞത്. കാരണം വലിയ ദിവസം ബാക്കിയില്ല. ജഹന്നമിൽ കടന്ന് കാലകാലം താമസിക്കുന്നവരും സ്വർഗത്തിൽ കടന്ന് അവിടെ കാലകാലം താമസിക്കുന്നവരും അവൻ എത്രയോ കോടിക്കോടി വർഷം കഴിഞ്ഞാലും അതാ കുഫറോടെ മരിച്ചവൻ നരകത്തിൽ തന്നെ, ഈമാനോടെ മരിച്ചവൻ സ്വർഗത്തിൽ തന്നെ. അതിന്റെ കാലത്തിന് തീർച്ചയില്ല. പക്ഷേ അതിലേക്ക് എത്താനുള്ള സമയം വളരെ ചെറുതേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഹാദിഹി ഇത് എന്നാണ് അല്ല പറയുന്നത്, അത് എന്നല്ല. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. മുശ്രിക്കീകളും അവിശ്വാസികളും തമ്മാടികളും കളവാക്കിയ ജഹന്നമാണിത്. ആ ജഹന്നമിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നേരത്തെ തന്നെ വിവരം നൽകുകയാണ്. സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങണ്ട, നിസ്കാരം ഖളാക്കണ്ട, നീ വേണ്ടാത്ത ഒന്നിലേക്കും പോകണ്ട. ചുരുങ്ങിയ കാലമേ ഇവിടെ ജീവിക്കാനുള്ളൂ. എത്ര പേരുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്, എത്ര പേരുടെ പേരാണ് പറയാനുള്ളത്. അവരൊക്കെയും ഈ ജീവിതം കഴിഞ്ഞു പോയില്ലേ സുഹൃത്തുക്കളെ. അത് നമ്മുടെ മനസ്സിലും എപ്പോഴും ഓർമ്മ വേണം. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. നിന്റെ ഒരു നിഅമത്തും ഞങ്ങൾ കളവാക്കുന്നില്ല അല്ലാഹ്. ഞങ്ങൾക്ക് നിനക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം തരണം അല്ലാഹ്. അല്ല പറയുന്നു യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ആ ചൂടുള്ള ശക്തിയായ ജഹന്നമാകുന്ന നരകം, ആ നരകം നിങ്ങൾക്കറിയില്ലേ? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ.
ആ ജഹന്നമിൽ നിന്ന് മനുഷ്യരിങ്ങനെ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ശിക്ഷ കൊണ്ട് സഹിക്കാതെ ദാഹിച്ച് വിഷമിക്കുമ്പോൾ, വിശന്ന് വിഷമിക്കുമ്പോൾ, തീങ്ങനെ പൊള്ളിയിട്ട് വിഷമിക്കുമ്പോൾ, ശരീരം പഴുത്തിട്ട് ചലമിങ്ങനെ ഒലിക്കുമ്പോൾ, അവിടെ വെച്ചതാ വിഷമം കൊണ്ട് പടച്ച റബ്ബേ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് സങ്കടം പറയുന്നു, റബ്ബിനോട് സങ്കടം പറയുന്നു. ആ സമയത്ത് അവരെ ചെയ്യുന്നത് എന്താണ്? അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ആ നരകത്തിൽ നിന്ന് പൊള്ളിക്കപ്പെടുന്ന ഭാഗത്ത് നിന്ന് അവരെ കുറച്ചകലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സുബ്ഹാനല്ലാഹ് ശക്തിയായ ചൂടുള്ള വെള്ളമാണ്, തിളച്ച് മറിയുന്ന വെള്ളമാണ്. ആ വെള്ളം അതാ അവരുടെ ശരീരത്തിൽ നിന്നും മറ്റു ദോഷികളെ ശരീരത്തിൽ നിന്നും ഒലിച്ച ചലമാണ്. അതിങ്ങനെ തിളച്ച് മറിയുകയാണ്. ആ തിളച്ച് മറിയുന്ന ചലത്തിന്റെ വെള്ളം അതവർക്കങ്ങ് കുടിപ്പിക്കപ്പെടുന്നു, അതവരുടെ തലയിലേക്ക് ഒഴിക്കപ്പെടുന്നു. അപ്പോഴും അവരുറക്കെ നിലവിളിക്കുന്നു. അവരെ നേരത്തെയുള്ള നരകത്തിന്റെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് നിലവിളിക്കുമ്പോ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ചൂടുവെള്ളം തലയിലൊഴിക്കുന്നു. അവരുടെ വയറ്റിലേക്ക് കുടിപ്പിക്കപ്പെടുന്നു. അതാണ് പറഞ്ഞത് യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. അതിശക്തമായ ചൂടുവെള്ളത്തിന്റെയും ആ ജഹന്നമിന്റെയും ഇടക്ക് അവർ കറങ്ങുകയാണ് നബിയേ. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയാണ്, അവരെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതാ നിങ്ങളെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് സമൂഹമേ? ഓ സഹോദരിമാരെ, പഴയ കാലത്ത് ഉടുക്കാൻ തുണിയില്ല, പഴയ കാലത്തിടാൻ കുപ്പായമില്ല. എന്റെ ബാപ്പയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുപ്പായമില്ല, പെരുന്നാളിനൊരു കുപ്പായം തന്നെ വാങ്ങാൻ കഴിവില്ല, അരി കിട്ടുന്നില്ല, വസ്ത്രം ധരിക്കാൻ വസ്ത്രം വാങ്ങാൻ സാമ്പത്തിക ശേഷിയില്ല. കാലത്ത് അൽക്കഹ്ഫ് ഓതാൻ പള്ളി നിറയെ ആളാണ്, ഖുർആൻ ഓതാൻ ആളാണ്. കള്ളു കുടിക്കുന്നവർ ഒറ്റ മുസ്ലിം എന്ന് നാട്ടിലില്ല, വ്യഭിചാരക്കുറ്റത്തിലേക്ക് ചിന്തിക്കുന്നവരില്ല, വൈകുന്നേരം സീരിയലും കണ്ട് നേരം പോക്കുന്നവരില്ല. സ്ത്രീകളെ കൂട്ടത്തിലോ ഇപ്പോഴില്ലേ ചില വസ്ത്രങ്ങള് യുവതികളായ പെൺകുട്ടികള് കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ നല്ല നിലക്ക് മാറ് കാണുന്ന തുണികളില്ലേ, തല കാണുന്ന തുണികളില്ലേ, ശരീരം കാണുന്ന വസ്ത്രങ്ങളില്ലേ. വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനും യാതൊരു ലജ്ജയുമില്ല, ഇതും കൊണ്ട് പോകുന്ന പെണ്ണിനും ഒരു ലജ്ജയുമില്ല. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണ വീട്ടിലും പോയിക്കൂടാ. പഴയ കാലത്തൊക്കെ ആലിമീങ്ങളെ കല്യാണ വീട്ടിൽ വലിയ ബഹുമാനത്തോടെ ക്ഷണിക്കാറുണ്ട്, ഇപ്പോഴും ക്ഷണിക്കപ്പെടുന്നുണ്ട്. ബഹുമാനിച്ചിട്ടായിരിക്കാം, സ്നേഹിച്ചിട്ടായിരിക്കാം. പക്ഷേ ചെന്ന പണ്ഡിതൻ കുടുങ്ങിപ്പോയി. പന്തല് നിറയെ അന്യ പെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുന്നു, തൊട്ടടുത്ത കസേരയിൽ അന്യ പെണ്ണ് വന്നിരിക്കുന്നു. ആണിനെയും പെണ്ണിനെയും ഒന്നായി ചിത്രമെടുക്കുന്നു. പെണ്ണിന്റെ ചിത്രമെടുക്കാൻ അന്യാണിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇന്നാലില്ലാ സിൻഫാനി മിൻ അഹ്ലിന്നാർ. രണ്ടു കൂട്ടര് നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതിലൊന്നാണ് ഉമ്മമാരെ, നിസാഉൻ കാസിയാത്തുൻ അരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്ത്.
വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ധരിക്കാത്ത പലത്തിലാണ്. കാണേണ്ടതൊക്കെ ശരിക്കും കാണുന്നുണ്ട്. കണ്ടാൽ അറുപ്പും വെറുപ്പുമുള്ള സ്ഥലം മൂടി വെച്ചിട്ടുണ്ട്. കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കണ്ണാടിയിൽ കാണും പോലെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തല തീരെ തന്നെ മറച്ചിട്ടില്ല, മാറ് തീരെ മറച്ചിട്ടില്ല. യാതൊരു മടിയുമില്ലാതെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. 27-ാം രാവിലും 27-ന്റെ പകലിലും, പിന്നെയോ ചന്തകളിലും, അതുപോലെ തന്നെ റോട്ടിന്റെ മേലെയും എല്ലാ സ്ഥലത്തും പെണ്ണ് വന്നിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏത് കല്യാണ പന്തലിലും ഒരു ലജ്ജയുമില്ലാതെ അന്യപുരുഷനെയും ചുമല് തട്ടിയിട്ട് പോവുകയാണ്. അല്ലേ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ, അന്യപുരുഷരിലേക്ക് ആകർഷിക്കുന്ന സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത പലത്തിലാണ്. ആകർഷിക്കപ്പെടുന്ന ശൈലിയിൽ നന്നായി അതാ അത്തറും പൂശി, അല്ലെങ്കിൽ സ്പ്രേയും അടിച്ച്, അതുപോലെ തന്നെ അതാ പൗഡറും ഇട്ട് അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന സ്ത്രീകളില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതേ റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില. തലയൊക്കെ ഏത് രൂപത്തിലാണ് പൂഞ്ഞപ്പല പോലെ കെട്ടി ഭദ്രമാക്കി വെച്ച് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നത്. അതേ ആ സ്ത്രീകൾ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കൂല. വലാ യജിദന റീഹഹാ, ആ സ്വർഗ്ഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ അകലെ നിന്നെത്തിക്കുന്ന സ്വർഗ്ഗത്തിന്റെ വാസന പോലും ആ സ്ത്രീകൾ എത്തിക്കൂല. നരകമെന്നത് തമാശയല്ല സഹോദരിമാരെ, നരകമെന്നത് തമാശയല്ല പുരുഷന്മാരെ. പടച്ച റബ്ബ് വെറുതെയല്ല അവന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് കളവാക്കുന്നത്? ഈ നരകം നിങ്ങളെ മുന്നിലുണ്ട്. ആ ബോധമില്ലാത്ത ജീവിതം നയിക്കല്ലേ ചെറുപ്പക്കാരെ. അന്യ പെണ്ണിനെയും കൂട്ടി ടൂറിന് പോകുന്നവരില്ലേ? സ്വന്തം ഭാര്യയെയും കൂട്ടി ടൂറിന് പോകുമ്പോ മറ്റൊരാൾ അവന്റെ ഭാര്യയെയും കൂട്ടിപ്പോയിട്ട് ടൂറിന് പോയ സ്ഥലത്ത് നിന്ന് അവന്റെ ഭാര്യന്റെ തൊള്ളയിൽ ഇവനും ഇവന്റെ ഭാര്യയുടെ തൊള്ളയിൽ അവനും അതാ കോഴിയിറച്ചി വെച്ചു കൊടുക്കുന്ന തെമ്മാടിത്തമില്ലേ? തോന്നിവാസമില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാരുടെ മുഖത്ത് നോക്കി സൊറ പറഞ്ഞ് രസിക്കുന്ന ജനങ്ങളില്ലേ? നരകത്തെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ, സ്വർഗത്തെക്കുറിച്ചൊരാലോചനയുമില്ലാതെ, ഇവിടെ ഈ ഭൗതികമായ ലോകത്തുള്ള ചെറിയ കാലത്തെ ജീവിതം കൊണ്ട് നിങ്ങളെ അല്ല സുഖിപ്പിക്കുന്നതിൽ പെട്ടുപോകല്ലേ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ. അല്ല കാരുണ്യവാനായ രാജാവാണ്. ഓരോ വിഷയങ്ങളും അവന്റെ പരിശുദ്ധ ഖുർആനിൽ അടിക്കടി നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് അവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പടച്ചവനെ ഭയപ്പെടാതെ ഞാനും ഒക്കെ ഒന്ന് ജോറായി നടന്നാൽ മതി എന്ന ചിന്തയിൽ, പരിഷ്കാരത്തിന്റെയും അതുപോലെ തന്നെ തെറ്റായ തോന്നിവാസങ്ങളുടെയും ആലോചനയിൽ ജീവിച്ച് മരിച്ചാൽ റബ്ബിന്റെ ഖുർആനിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും മുന്നിലുണ്ടെന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു തആല അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സന്ദർഭത്തെ അതാ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയോടെ ജീവിച്ച് മരിക്കാൻ ഈ പാവപ്പെട്ട എനിക്കും അതുപോലെ നിങ്ങൾക്കും, നമ്മുടെ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും, നമ്മുടെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സ്നേഹിതന്മാർക്കും, നമ്മളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ മുമ്പിൽ പോയി, യജമാനനായ രാജാവിന്റെ മുമ്പിൽ പോയി അടിമ നിൽക്കുന്ന സമയത്തെക്കുറിച്ച് ചിന്തയുണ്ടോ? അത് ഭയപ്പെട്ട് ജീവിക്കാനുണ്ടോ? എന്നാൽ അവർക്കല്ലേ പ്രതിഫലമുള്ളത്. അതാണ് അടുത്ത വാചകം, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഓ ജിന്നു സമൂഹമേ, മനുഷ്യ സമൂഹമേ, നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥൻ, ആ നാഥന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടുന്ന സമയവും ആ നിൽക്കുന്ന സ്ഥലവും ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവൻ
അവന് അതാ ജന്നതാൻ, അവന് 2 തോട്ടങ്ങളുണ്ട്. സുന്ദരമായ 2 അതേ എത്രയോ ഹെക്ടർ കണക്കിലുള്ള തോട്ടങ്ങളുണ്ട്. ആ തോട്ടം ആർക്കാണ്? പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന ചിന്തയോടെ പടച്ചവനെ ഭയപ്പെട്ട് ജീവിച്ചവർക്കാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വല്ലാത്ത കാരുണ്യമുള്ളൊരു രാജാവ് തന്നെ. അല്ലാഹുവിന്റെ കാരുണ്യം കണ്ടോ? തെറ്റ് ചെയ്തുകൊണ്ടും തെമ്മാടിത്തം ചെയ്തുകൊണ്ടും അവിശ്വാസിയായും മരിച്ചു പോകുന്ന മനുഷ്യന് അനുഭവിക്കാനുള്ള നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സ് പിടച്ചുപോയി. ഈമാനുള്ളവന്റെ മനസ്സ് പൊട്ടിപ്പോയി. മനുഷ്യൻ വല്ലാതെ ഭയപ്പെട്ടുപോയി. ആ സമയത്ത് ആ ഈമാനുള്ള മനുഷ്യനെ സമാധാനിപ്പിക്കുന്ന വാചകം, തഖ്വയുള്ളവർക്ക് മനസ്സമാധാനം നൽകുന്ന വാചകം, അവന്റെ കാരുണ്യം കൊണ്ടവൻ പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അവന്റെ റബ്ബിന്റെ മഖാമിനെ ഭയപ്പെട്ടവർക്ക് 2 തോട്ടമുണ്ട്, 2 സ്വർഗത്തോട്ടമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹ് നമുക്ക് ഒരു പ്രതിഫലവും നമ്മളെ അമലിന് വാസ്തവത്തിൽ തരേണ്ടതില്ല. ഒരു അമലിനും പ്രതിഫലം തരേണ്ടതില്ല. ഞാനിവിടെ പ്രസംഗിക്കുന്നത് അല്ലാഹു തആല എനിക്ക് പ്രതിഫലം തരേണ്ട ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല എന്നല്ല, അല്ലാഹ് തരേണ്ട ഒരവകാശം എനിക്ക് പറയാനില്ല. ഇനിയോ നിങ്ങൾക്കും തരേണ്ടതില്ല. കാരണം നമ്മളെ വകയിൽ ഇവിടെ ഒന്നുമില്ല. അല്ലാഹു തആല നമ്മളെ പഠിച്ചു, കഴിവല്ല തന്നു, അറിവല്ല തന്നു, അതിന് നിൽക്കാനുള്ള സമയം തന്നു, സ്ഥലം തന്നു, ഭക്ഷണം തന്നു, വെള്ളം തന്നു, ഓക്സിജൻ തന്നു, എല്ലാം തന്നിട്ട് ആ റബ്ബ് ഓരോ മിനിറ്റിലും നമ്മളെ പോറ്റി വളർത്തുന്നതിന് അതിന് തന്നെ നന്ദിയായിട്ട് ചോദിക്കട്ടെ, എത്ര സുജൂദ് ചെയ്താ മതിയാകുമോ? എത്ര തന്നെ സദഖ ചെയ്താ മതിയാകുമോ? ഇവിടെ അല്ലാഹ് തന്ന നിഅമത്തിന് തന്നെ നമ്മൾ മരിക്കുന്നത് വരെ ഇബാദത്ത് എടുത്താ മതിയാകുമോ? മരിക്കുന്നത് വരെ പ്രസംഗിച്ചാ മതിയാകുമോ? മരിക്കുന്നത് വരെ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താ മതിയാകുമോ? അല്ലാഹ് തന്ന നിഅമത്ത് അത്രയും വലുതല്ലേ. തബാറക മൻ ശുക്റുൽ വറഅൻഹു യഖ്സുറു ലികൗനി ആയാതി ജൂദിഹി ലൈസ തുഹ്സറു. കണക്കല്ലാത്ത നിഅമത്തുകൾ തന്ന രാജാവല്ലേ അവൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ശുക്റിന്റെ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിനുള്ള കഴിവും തരുന്നത് അല്ലാഹ് തന്നെയല്ലേ. നിങ്ങളോടിപ്പോ സംസാരിക്കാൻ നാവിന് കഴിവ് തരുന്നത് അല്ലാഹയല്ലേ. സംസാരിക്കുന്ന കാര്യം മനസ്സിൽ തോന്നിപ്പിച്ചിരുന്നവൻ അല്ലാഹയല്ലേ. നിങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി തന്നവൻ അല്ലാഹു അല്ലേ. അതുപോലെ നമുക്കെല്ലാം തരുന്നവൻ അല്ലാഹയല്ലേ. ഈ അല്ലാഹ് തന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അവൻ കൽപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ വിരോധിച്ചത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു പ്രത്യേക സമ്മാനമൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ. തരൽ അവന് ബാധ്യതയില്ലല്ലോ. പക്ഷേ അവന്റെ കാരുണ്യമാണ് ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അവൻ തന്നത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ പറഞ്ഞതുപോലെ നിങ്ങളങ്ങ് ജീവിച്ചാൽ, അവൻ വിരോധിച്ച് നിങ്ങളങ്ങ് ഒഴിച്ചാൽ, നിങ്ങൾക്ക് അതാ അവസാനമില്ലാത്ത കാലം വരെ വലിയ സമ്മാനമാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളെ റബ്ബിന്റെ ഏത് നിഅമത്താണ് നിങ്ങൾ കളവാക്കുന്നത്? ദവാതാ അഫ്നാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവിടെ നിങ്ങൾക്ക് തോട്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ, സ്വർഗത്തോട്ടങ്ങൾ 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ആ തോട്ടങ്ങൾ നിങ്ങളെ ഭൂമിയിലുള്ള തോട്ടങ്ങൾ പോലെ അല്ല. ഇവിടെയുള്ള മരങ്ങൾക്ക് വേരുണ്ട്. ആ മരങ്ങൾ തന്നെ അതാ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ മരത്തിന്റെ മേലെ കയറിപ്പോയിട്ട് വേണം നിങ്ങൾ ചക്ക കൊയ്തെടുക്കാൻ.
എടുക്കാൻ. അതുപോലെ തന്നെ വാഴയിൽ നിന്ന് നിങ്ങൾ കായിരിയുമ്പോ നിങ്ങളുടെ കുപ്പായത്തിൽ കറവുറ്റുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിളഞ്ഞിരാകുന്നത് വേറെ ഭയപ്പെടേണ്ടതുണ്ട്. മാങ്ങ ഒടിച്ചെടുക്കുമ്പോ കണ്ണിലേക്ക് അതിന്റെ വസ്തുക്കൾ തെറിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലേ ദുന്യാവിലുള്ള നിങ്ങളെ തോട്ടങ്ങളുടെ സ്ഥിതി. ഇനി അത് തന്നെയും മരത്തിന്റെ മേലെ നിന്ന് വീണ് മരിച്ചവരെത്രയുണ്ട്, അതുപോലെ തന്നെ കൊയ്തിടുമ്പോൾ കൈമുറിഞ്ഞവരെത്രയുണ്ട്, കാലിന് കൊത്തിപ്പോയവരെത്രയുണ്ട്. പടച്ചവന്റെ സ്വർഗത്തിലുള്ള തോട്ടം അങ്ങനെയല്ല. അതിന് കൊമ്പുകളാണ്, കവറുകളാണ്, വേര് കാണാനില്ല. മരത്തിന്റെ അടിഭാഗം ഇവിടെ കുഴിച്ചിട്ടതല്ല, മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കൊമ്പുകളാണ്. ആ കൊമ്പുകളിൽ തന്നെ എല്ലാ പഴങ്ങളും വന്നു നിൽക്കുകയാണ്. അടിയിൽ നിന്ന് മേലോട്ട് കയറി പോകേണ്ടതില്ല, കൊക്ക കെട്ടി പറിക്കേണ്ടതില്ല. അതേ ദവാത്ത അഫ്നാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളെ റബ്ബിന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? എന്തെല്ലാം നന്മകളാണ് അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഏതാണ് നിങ്ങൾക്ക് ഇവിടെ നിഷേധിക്കാൻ സാധിക്കുന്നത്? വീണ്ടും റബ്ബ് പറയുകയാണ്, ഫീഹാ ഫീഹിമാ ഐനാനി തജ്രിയാൻ. ആ രണ്ട് തോട്ടത്തിലും അതാ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ശുദ്ധവെള്ളമുള്ള, അതുപോലെ മറ്റ് വെള്ളങ്ങളുള്ള നല്ല രണ്ട് അരുവികളുണ്ട്, രണ്ട് നദികൾ അതിലൂടെ തോട്ടത്തിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നും ഇണകളായി ഈ രണ്ട് വിഭാഗം, ഒന്നുണങ്ങിയത്, ഒന്ന് പച്ചയായത്, അതുപോലെ ഒന്ന് പഴുത്തത്, ഒന്ന് പച്ചയായത്. ഈ രൂപത്തിൽ ഇനങ്ങളായി നിങ്ങൾക്കവിടെ പല ഇനങ്ങളുമായി അല്ലാഹു തരുന്നുണ്ട്. ഇവിടെ തന്നെ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന ചില കായകളില്ലേ, കൊട്ടപ്പീരക്കയുടെ കായയാണെങ്കിൽ, അല്ലെങ്കിൽ അതാ കാഞ്ഞിരത്തിന്റെ കായയാണെങ്കിൽ അതിന് കയ്പാണല്ലോ. എന്നാൽ അവിടെ അതിന് കയ്പല്ല, അവിടെ മധുരമാണ്. അങ്ങനെ മധുരമുള്ള ധാരാളം പഴങ്ങൾ ആ സ്വർഗത്തിലുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏത് നിഅമത്തുകളെയാണ് ജിന്ന സമൂഹമേ, മനുഷ്യ സമൂഹമേ നിങ്ങൾ കളവാക്കുന്നത്? മുത്തഖീന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖിൻ വജനൽ ജന്നതൈനി ദാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ സ്വർഗത്തിൽ ഈ വിധത്തിലുള്ള പഴങ്ങളും മരങ്ങളും തോട്ടങ്ങളും നദികളും, അതിന്റെ എല്ലാം പുറമെ ആ രണ്ട് തോട്ടങ്ങളിലും അതാ നിങ്ങൾക്ക് ചാരിയിരിക്കാൻ അതാ വലിയ സൗകര്യങ്ങളുണ്ട്. അവിടെ അതാ സ്വർഗവാസികൾ ചാരിയിരിക്കുന്നവരാണ്. അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖിൻ വജനൽ ജന്നതൈനി ദാൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് അതാ വളരെ നേരിയ പട്ട്, വളരെ കടുത്ത പട്ട്, ഈ രണ്ട് പട്ടുകളിൽ നേരിയ പട്ട് മേലെയും ഉൾഭാഗത്ത് കട്ടിയുള്ള പട്ടുമായി നിങ്ങൾക്ക് വിരിപ്പുകളുണ്ട്. ആ വിരിപ്പിന്റെ മേലെയാണ് ചാരിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അസ്ലം ജിഫിരി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കാം. ഓ സഹോദരന്മാരെ, സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുകയാണ്. ഒരൊറ്റ പട്ട്, ഉള്ളിൽ നിറച്ചത് ഒരൊറ്റ പട്ടാണ്. നമ്മൾ സാധാരണ കിടക്ക നിറക്കാൻ ഉന്നം ഉപയോഗിക്കുന്നത് പോലെ ഉൾഭാഗത്തുള്ള ഉറകളും മറ്റുമൊക്കെ ഒരൊറ്റ പട്ടാണെങ്കിൽ, പട്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ പുറമെയുമുള്ളത്. അത് നേരിയ പട്ടാണ്. വജനൽ ജന്നതൈനി ദാൻ. സ്വർഗത്തിൽ ലഭിക്കുന്ന പറിക്കുന്ന പഴങ്ങളുണ്ടല്ലോ, ആ പഴങ്ങളൊന്നും തന്നെ
അങ്ങോട്ട് പോയി പറിക്കേണ്ടതില്ല. ചാരിയിരിക്കുന്ന സ്ഥലത്ത് കൈകൊണ്ട് എത്തുന്ന വിധത്തിൽ അത് ഓട്ടോമാറ്റിക്കായി താഴ്ന്ന് താഴ്ന്ന് വരികയാണ്. പഴയ കാലത്ത് ഇതൊക്കെ പറയുമ്പോ അതെങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. ഇന്ന് സുബ്ഹാനല്ലാഹ് നമുക്കറിയാം, ദുബായിൽ എയർപോർട്ടിൽ പോയാൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഹോട്ടലിലും പോയാൽ ചെല്ലുന്ന സമയത്ത് നീങ്ങിപ്പോകുന്ന എത്രയോ ഡോറുകളുണ്ട്. ഇവിടെ നിന്നതാ ചെല്ലുന്ന സമയത്ത് നീങ്ങുന്ന ഗേറ്റുകളുണ്ട്. അങ്ങനെ അതാ അടുത്ത് വരുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അത്തരം സംവിധാനമുണ്ടെങ്കിൽ സ്വർഗത്തിൽ അല്ലാഹു വെക്കുന്ന സംവിധാനത്തെക്കുറിച്ച് സംശയിക്കേണ്ടതുണ്ടോ? വജനൽ ജന്നതൈനി ദാൽ, കിടക്കുന്നവന് കിടക്കുന്ന സ്ഥലത്ത്, ഇരിക്കുന്നവന് ഇരിക്കുന്ന സ്ഥലത്ത്, ചെരിഞ്ഞു കിടന്നവന് ആയി കിടക്കുന്ന സ്ഥലത്ത്, നിൽക്കുന്നവന് നിൽക്കുന്ന സ്ഥലത്ത്, അവിടത്തേക്ക് അടുത്തടുത്തിങ്ങനെ വരികയാണ് സ്വർഗത്തിലെ പഴങ്ങൾ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ സ്വർഗത്തിൽ നല്ല മാളികകളും നല്ല വീടുകളും അതൊന്നും പറയേണ്ടതില്ല. സ്വർണത്തിന്റെയും മുത്തിന്റെയും മാണിക്യത്തിന്റെയും പവിഴത്തിന്റെയും അങ്ങനെ പലതിന്റെയുമായ വലിയ വലിയ മാളികകളിൽ കഴിയുമ്പോ അവിടെ അതാ ഖാസിറാത്തുത് തർഫി, കണ്ണ് മറ്റൊരാളിലേക്കും നീക്കാതെ ഭർത്താക്കന്മാരിലേക്ക് മാത്രം കണ്ണു തിരിക്കുന്ന, ചെരിഞ്ഞു കിടക്കുന്ന ചാരിയിരിക്കുന്ന ഭർത്താക്കന്മാരിലേക്ക് മാത്രം കണ്ണു തിരിക്കുന്ന അതാ ഭംഗിയുള്ള സ്ത്രീകളുണ്ട്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ആ സ്ത്രീകളെ അതാ മനുഷ്യ സ്ത്രീകളിൽ ഒരൊറ്റ മനുഷ്യ സ്ത്രീയെയും ഒരു പുരുഷനും മുമ്പ്, അതുപോലെ തന്നെ ഒരു ജിന്നും, അതുപോലെ ജിന്ന് സ്ത്രീകളിലുള്ള ജിന്നുകളെയും, ജിന്നുകൾ സ്വർഗത്തിൽ കടക്കുമെന്നാണ് മൂന്ന് മദ്ഹബിന്റെ ഇമാമിയങ്ങളും വിവരിച്ചത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജിന്നുകൾക്കുള്ള തെറ്റിന്റെ ശിക്ഷ നൽകിയതിനു ശേഷം മൃഗങ്ങളെപ്പോലെ മണ്ണായി പോകുമെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മൂന്ന് മദ്ഹബിന്റെ ഇമാമുകളും സ്വർഗത്തിൽ കടക്കുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിന്റെ ലാഹിറും അതേ നിലക്കാണ്. ഇരിക്കട്ടെ, ആ സ്വർഗത്തിൽ കടന്ന ജിന്ന് സ്ത്രീകൾക്ക് ജിന്നുകളുടെ പുരുഷന്മാർക്ക് ജിന്ന് സ്ത്രീകളും, അതുപോലെ മനുഷ്യ പുരുഷന്മാർക്ക് മനുഷ്യ സ്ത്രീകളെയും ലഭിക്കുമ്പോ ആ സ്ത്രീകളെ പറ്റി ഖുർആൻ പറയുന്നു, കണ്ണ് ഭർത്താക്കന്മാരിൽ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാതെ അതാ ജീവിക്കുന്ന ആ സ്ത്രീകൾ ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ഒരു മനുഷ്യനും ഒരു ജിന്നും അവരുടെ കന്യകത്വം നീക്കിയിട്ടില്ല, അവരുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾ അല്ലാഹു തആല തരുന്ന ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഇല്ല ഇല്ല. റബ്ബനാ വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. നിന്റെ ഒരു നിഅമത്തിനെയും ഞങ്ങൾ കളവാക്കുന്നില്ല അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ സ്വർഗാവകാശികളാക്കണം അല്ലാഹ്. കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ സ്ത്രീകൾ മുത്തുമണികളെ പോലെയുണ്ട്, പവിഴങ്ങൾ പോലെയുണ്ട്, വല്ലാത്ത ഭംഗിയുള്ള സ്ത്രീകൾ. അതേ, നിങ്ങൾ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഖ്ലാസോടെ സൽക്കർമ്മം ചെയ്തവർക്ക് അതാ ആത്മാർത്ഥമായ അതാ അനുഗ്രഹത്തിന്റെ പ്രതിഫലമല്ലാതെ മറ്റെന്താണ് പ്രതിഫലമുള്ളത്? സുബ്ഹിക്ക് എഴുന്നേറ്റ് കൃത്യമായി നിസ്കരിച്ചില്ലേ?
നിസ്കാരം കൃത്യമായി നിർവഹിച്ചില്ലേ? സുന്നത്തുകൾ എടുക്കണമെന്ന ചിന്ത ഉണ്ടായില്ലേ? ആലിമീങ്ങളെയും സയ്യിദന്മാരെയും പ്രായമുള്ളവരെയും ബാപ്പനെയും ഉമ്മനെയും ഒക്കെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തില്ലേ? വാശിയും വഴക്കും വക്കാണവുമൊക്കെ വലിച്ചെറിഞ്ഞ് മനസ്സൊന്ന് നന്നാക്കിയില്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഊതി പൊക്കിയിട്ടിട്ട് സുബ്ഹാനല്ലാഹ്, ജേഷ്ഠാനുജന്മാര് തമ്മിൽ തെറ്റുന്നവരില്ലേ? കുടുംബങ്ങൾ തമ്മിൽ തെറ്റുന്നവരില്ലേ? എന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നവരില്ലേ? സ്വർഗത്തിലേക്കുള്ള ചിന്ത നീങ്ങിപ്പോയോ? നരകത്തെക്കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോയോ? ഖൽബൊന്ന് നന്നാക്കിക്കൂടെ? സുഹൃത്തുക്കളെ, വല്ലാത്ത മഹത്വമുള്ള സ്വർഗം അല്ല കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് റബ്ബ് പറയാണ്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്ക് പ്രതിഫലം നന്മയുടെ പ്രതിഫലം തന്നെ അല്ലേ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ ഈ റബ്ബിന്റെ ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഇത് പറഞ്ഞതിന് ശേഷം വലിയ ഭക്തിയോടെ തഖ്വയോടെ ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല ആ സ്വർഗത്തിന്റെ പുറമെ വേറെ കൊടുക്കുന്ന ചില സ്വർഗങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല വിവരിക്കുകയാണ്. ഇപ്പോൾ പറയാൻ സമയം പോരാ സുഹൃത്തുക്കളെ. അതേ, അല്ലാഹുവിന്റെ ഭക്തിയുള്ള ജനങ്ങളെ മനസ്സെങ്ങനെയാണ്? ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സ്, ഒരാളോടും വിദ്വേഷമില്ലാത്ത മനസ്സ്, ഒരാളോടും വെറുപ്പ് വെക്കാത്ത മനസ്സ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അനസേ ഇൻഖദർതാൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗിസ്സുൽ ലിഅദിൻ ഫഫഅൽ. ഒരൊറ്റ മനുഷ്യനോട് മനസ്സിൽ വെറുപ്പ് വെക്കാത്ത നിലക്ക് നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ജീവിച്ചോ അനസേ. വദാലിക മിൻ സുന്നത്തി, അതെന്റെ ജീവിതചര്യയിൽ പെട്ടതാണ്. അത് നീ ജീവിതത്തിൽ കൊണ്ടുവന്നു അനസേ. കാരണം അതേ, മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ ജീവിതചര്യ വല്ലവനും സജീവമാക്കിയാൽ അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ സ്നേഹിച്ചവന് സ്വർഗത്തിലാണ്. ഒരാളും മറ്റൊരാളും തമ്മിൽ തെറ്റുമ്പോ ആദ്യം നീ ഒന്ന് സലാം ചൊല്ലിക്കോ എന്ന് പറയുമ്പോ അപ്പൊ സലാം ചെല്ലാൻ അവന്റെ അഹങ്കാരം സമ്മതിക്കുന്നില്ല, അവന്റെ ശൈത്താൻ സമ്മതിക്കുന്നില്ല. അതുപോലെ അതാ നമ്മൾ ഒന്നായിട്ടൊരു സ്ഥലത്ത് പോവുക എന്ന് പറയുമ്പോ അവന്റെ കൂടെ ഞാൻ പോകാമെന്ന് പറയാൻ ഇവന്റെ മനസ്സനുവദിക്കുന്നില്ല. പിന്നെയും പിന്നെയും വാശി കൊണ്ടുവന്ന് ഇടുകയാണ് ശൈത്താൻ. കാരണം അതേ, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. അതേ, നിങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ, നിങ്ങൾ കുടുംബങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുത ഉണ്ടാക്കലും പരസ്പരം അകറ്റലുമാണ് ശൈത്താന്റെ ഉദ്ദേശം എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? ശൈത്താന് വഴിപ്പെടുന്നവൻ ആ നിലക്കാണ് അവന്റെ ജീവിതം വാശിയാണ്. അതേസമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ നബിയെ സ്നേഹിക്കുന്നവൻ അവന് വാശിയില്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ചര്യ ഒരൊറ്റ മനുഷ്യനോടും മനസ്സിൽ വെറുപ്പ് വെക്കാതിരിക്കലാണ്. കല്ലെടുത്തെറിഞ്ഞവനാണോ, അതേ രക്തം പൊട്ടി ഒലിപ്പിച്ചവനാണോ, അത്തരം കക്ഷികളെ പറ്റിയും അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ ഹബീബല്ലേ. അതാണ് എന്റെ സുന്നത്ത്. ആ സുന്നത്തുമായി ജീവിക്കുന്നവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞില്ലേ? ആ സ്വർഗം സമ്പാദിക്കാൻ വേണ്ടി വാശിയും വഴക്കും വക്കാണവും ഒക്കെ വലിച്ചെറിയാൻ കഴിയണം മൂമിനെ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈത്താൻ നിങ്ങളെ സമീപിക്കും. പഠിക്കുന്ന ഒരു സ്ഥലത്ത് നല്ല പുരോഗതിയോടെ പഠിക്കുമ്പോ അതാ എന്നൊരു ശൈത്താനുണ്ട്. അതായത് ഈ പഠിക്കുന്ന സ്ഥലമല്ല നല്ല
നല്ലത് മറ്റൊരു സ്ഥലമാണെന്ന് അതാ നന്നായി പഠിക്കുന്ന സമയത്ത് തോന്നിപ്പിക്കുന്ന ശൈത്താനുണ്ട്. അതുപോലെ തന്നെ മുത്തഅല്ലിമീങ്ങളെ ഓതി പഠിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വരും, പഠിച്ചവനെ ഇപ്പൊ പഠിച്ച് ബിരുദമെടുത്താൽ എന്റെ ബാപ്പാക്ക് മദ്രസയിൽ എത്രയാ ശമ്പളം എനിക്കറിഞ്ഞൂടെ, അതുപോലെ തന്നെ ഉപ്പാപ്പാക്ക് എത്രയാ കിട്ടുന്നത് എന്നറിഞ്ഞൂടെ, പിന്നെ ഞാൻ ഇതും കൊണ്ട് നടന്നാൽ എന്താകും, എങ്ങനെയാണ് നാദാപുരം ഭാഗത്ത് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുക, എങ്ങനെയാണ് നാദാപുരം ഭാഗത്ത് ഒരു ചെറിയ വീട് നിർമ്മിക്കുക, അതിന് കോടികൾ വേണ്ടേ, ഞാനിങ്ങനെ മുസ്ലിയായാൽ എന്തു ചെയ്യും എന്നൊക്കെയുള്ള ചിന്ത ശൈത്താൻ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ഖൽബിലും കൊണ്ടുവരുമേ മുത്തഅല്ലിമീങ്ങളെ. പക്ഷേ ഓർത്തോളണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ വാക്ക്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് ഒരുത്തൻ ഇഖ്ലാസോടെ കടന്നെങ്കിൽ സ്വർഗ്ഗത്തിന്റെ വഴി അല്ലാഹു അവന് എളുപ്പമാക്കി പോയി. ആ സ്വർഗ്ഗത്തിലെ മാളികയാണ് സ്വപ്നം കാണേണ്ടത്, ആ സ്വർഗ്ഗത്തിലെ തോട്ടമാണ് മനസ്സിൽ കാണേണ്ടത്, ആ സ്വർഗ്ഗത്തിലുള്ള അനുഭൂതികളാണ് കാണേണ്ടത്. ഇൽമു പഠിക്കുന്ന സമയത്ത് ഈ ഇൽമു സമ്പാദിച്ചിട്ട് എനിക്ക് സ്വർഗം വേണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഈ സ്വർഗ്ഗത്തിലേക്ക് കടക്കണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം ഇൽമു പഠിക്കുന്നത്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നത്. വേണ്ട ആരെയും കുറ്റം പറയണ്ട, ആരെയും ചീത്ത പറയണ്ട, ആരോടും വിദ്വേഷം വെക്കണ്ട, ആരുമായും പിണങ്ങണ്ട. അതേ എല്ലാ മതക്കാരോടും വളരെ സൗഹാർദ്ദത്തിൽ എല്ലാ ജനങ്ങളോടും പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആ നിലക്കുള്ള ജീവിതം നയിച്ച് സ്വർഗം സമ്പാദിക്കുന്ന ഭക്തിയുള്ള ജനങ്ങൾ കണ്ടില്ലേ. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് നിന്ന് അതാ ടൈഗ്രീസ് നദിയുടെ കരയിൽ നിന്ന് മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ വധുവെടുക്കാൻ വേണ്ടി നദിയുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. ബഹുമാനപ്പെട്ടവരുടെ ഒരു മുസ്ഹഫുണ്ട്, ഒരു തുണിയുമുണ്ട്. അത് രണ്ടും വധുവെടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് ബഹുമാനത്തോടെ അവിടെ വെച്ചു. വധുവെടുക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്നു, മുസ്ഹഫും എടുത്തു, തുണിയും എടുത്ത് അവളങ്ങ് പോയി. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹി തങ്ങൾ മനസ്സിലാക്കി, ഇവിടെ വെച്ച് ഇവളോട് പെട്ടെന്ന് വിളിച്ച് ഞാൻ പറഞ്ഞാൽ ഇവളെന്റെ മുസ്ഹഫ് കട്ട പെണ്ണാണ്, എന്റെ തുണി കട്ട പെണ്ണാണ്, ഈ കളവ് ഞാനിവിടെ വെച്ച് ഉറക്കെ പറഞ്ഞാൽ ഇവള് കുറവായി പോകുമല്ലോ, അവളെ ഭാവി ജീവിതത്തിന് കേടുവരുമല്ലോ, അതുകൊണ്ട് ഇത് ഉറക്കെ പറയണ്ട. കട്ടതറിയാഞ്ഞിട്ടല്ല, കട്ടത് കാണാഞ്ഞിട്ടല്ല, അത് ഉറക്കെ പറഞ്ഞാ കുറവായി പോവൂലേ, ഭാവി ജീവിതം തകർന്നു പോവൂലേ. കാരുണ്യമാണ്, കട്ടവനോട് കാരുണ്യമാണ്. മഅറൂഫുൽ ഖർഹി തങ്ങൾ തന്റെ സ്വന്തം സാധനം കട്ട പെണ്ണിനോട് കാരുണ്യം കാണിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ പെണ്ണങ്ങനെ പോയ വഴിക്ക് കൂടി മഅറൂഫുൽ ഖർഹി തങ്ങളും അങ്ങ് നീങ്ങി. അതാ ആളുകൾ പറഞ്ഞാൽ കേൾക്കാത്തൊരു സ്ഥലത്തെത്തിയപ്പോ, ആളുകൾ ദൂരെ നിന്ന് കാണും പക്ഷേ പറയുന്നത് കേൾക്കൂല, അങ്ങനത്തെ ഒരു സ്ഥലത്തെത്തിയപ്പോ മഹാനവറുകൾ പറയുകയാണ്, ലാ ബഅസ അലൈക അയ്യത്തുൽ മർആ അന മഅറൂഫുൽ ഖർഹി. പെണ്ണേ നീ എടുത്തതിന് പ്രശ്നമില്ല, ഞാൻ മഅറൂഫുൽ ഖർഹിയാണ്. യാ ഉഖ്തി, എന്റെ സഹോദരി, ചോദിക്കട്ടെ, ഹല്ലക വലദുൻ യഖറഉ, മുസ്ഹഫ് ഓതുന്ന കുട്ടിയുണ്ടോ നിനക്ക്? അവള് പറഞ്ഞു, ലാ, ഇല്ല തങ്ങളെ, ഇല്ല. എന്നാൽ ഫസൗജു, നിന്റെ ഭർത്താവ് ഖുർആൻ ഓതുവോ? ഇല്ല. ഫഅഖുൻ, നിന്റെ സഹോദരൻ ഖുർആൻ ഓതുവോ? ഇല്ല. എന്നാ മോളെ, നിന്റെ വീട്ടിൽ ഖുർആൻ ഓതാൻ ആരുമില്ലെങ്കിൽ എന്റെ മുസ്ഹഫിങ് തിരിച്ചു തന്നേ, നിന്റെ വീട്ടിൽ ഓതാൻ ആളുണ്ടെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. വഖുദി സൗബ വഅൻതി മിൻഹു ഫീഹിൽ ദുനിയാ വആഖിറ. പിന്നെ എന്റെ തുണിയുണ്ടല്ലോ, അത് നിനക്ക് ഉപയോഗിക്കാമല്ലോ, അത് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു പെണ്ണേ, ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ചോദ്യം ചെയ്യൂല. മഹാനവറുകളെ വാക്ക് കേട്ടപ്പോ ആ കളവ് നടക്കുന്ന പെണ്ണ് വല്ലാതെ ലജ്ജിച്ചു പോയി. അന തായിബത്തുൻ ഇലല്ലാഹ് ലാ അഊദു ഇലാ മിസ്ലിഹാ അബദാ. ഇനി ഒരിക്കലും ഞാൻ മറ്റൊരാളത് കക്കൂല തങ്ങളെ,
ഞാൻ ഖേദിച്ചു പോയി, എന്റെ നന്മക്ക് ദുആ ചെയ്യണേ. ആ പെണ്ണ് നന്നായി പോയി. തഖ്വയുള്ള മഹാന്മാരെ സ്വഭാവത്തിലൂടെയാണ് ഇവിടെ മുത്തഖീകൾ ഉണ്ടാകുന്നത്, മുത്തഖീകൾ ഉണ്ടാകേണ്ടത്. സുഹൃത്തുക്കളെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർക്കാണ് അല്ലാഹു തആല സ്വർഗം നൽകുന്നത്. അല്ലാഹുവേ, ആ സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഫയാനാദിറൻ സഹറൽ ബസാതീനി ദൂനഹാ അദുന്നുക അമാ ലൈസ ലിൽ ഹുസ്നി തുബ്സിറൂ. ഇവിടെയുള്ള തോട്ടങ്ങളും പുഷ്പങ്ങളൊക്കെ കണ്ട് നോക്കി നിൽക്കുന്ന മനുഷ്യ, ഇവിടെയുള്ള സിനിമയും സീരിയലുമൊക്കെ നോക്കി നിൽക്കുന്ന മനുഷ്യ, നീ അന്ധനായിപ്പോയി, കാഴ്ചയില്ലാത്തവനായിപ്പോയി. കാണേണ്ട ഒരു ലോകമുണ്ട്, അനുഭവിക്കേണ്ട ഒരു ലോകമുണ്ട്. വയാമൽ മഹാസീന കുല്ലഹാ ബിദാരിം ബിഹാ മാലാ അലൽ ഖൽബി യഖ്തുറൂ വലാ സമിഅതു ദുനുൻ വലൽ ഐനു അബ്സറത് വമാ തസ്തഹി النفس في الحال يحضرൂ. ഒരു മനുഷ്യന്റെ മനസ്സിലും ഉദിക്കൂല, ഒരു കാതുകൊണ്ടും കേൾക്കൂല, ഒരു കണ്ണുകൊണ്ടും കാണൂല. അവിടെ എത്തിയാലേ കാണൂ, അവിടെ എത്തിയാലേ അതിന്റെ ശരിയായ രൂപം കേൾക്കൂ, അവിടെ എത്തിയാലേ ആനന്ദം കിട്ടൂ. അത് ചെറിയ വിഷയമല്ല. മിനദ്ദുരി വൽ യാഖൂതി തുബ്നാ ഖുസൂറുഹാ വമിൻ ദഹബിൻ മാ ഫിദ്ദത്തിൻ ലാ തുഗയ്യറൂ. മുത്തിന്റെയും മാണിക്യത്തിന്റെയും യാഖൂത്തിന്റെയും മാളികകളല്ലേ, അവിടെ ഭക്ഷണം ചീത്തയാകുന്നില്ല. വമാ യുസ്തഹാ മിൻ ലഹമി തൈരിൻ തആമുഹാ വഫാകിഹത്തിൻ മിമ്മാ ലഹു യതഖയ്യറൂ. മഹാന്മാര് പരിശുദ്ധ ഖുർആനിലും ഹദീസിൽ നിന്നും കണ്ടുപിടിച്ചിട്ട് നമ്മളെ വിവരിച്ചു തരികയാണ്. നിന്റെ കണ്ണവിടേക്കാണ് നീ സൂക്ഷിക്കേണ്ടത്, അവിടേക്കാണ് നിന്റെ വയറ് സൂക്ഷിക്കേണ്ടത്, അവിടേക്കാണ് നീ സർവ്വ സൗകര്യങ്ങളും സൂക്ഷിക്കേണ്ടത്. അവിടേക്ക് വെക്കൂ നിന്റെ കണ്ണ്. ദുന്യാവിന്റെ ആഡംബരത്തിൽ മുഴുകല്ല. ഭക്തന്മാരായ മഹാന്മാർക്ക് ഈ രണ്ട് സ്വർഗത്തിന്റെ പുറമേ അല്ല വീണ്ടും സ്വർഗം കൊടുക്കുകയാണ്. അതാണ് അടുത്ത ആയത്തിൽ അല്ല പറയുന്നു, വമിൻ ദൂനിഹിമാ ജന്നതാൻ. പടച്ചവന്റെ മഖാമിനെ ഭയപ്പെട്ടവർക്ക് രണ്ട് തോട്ടമുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ അതിനേക്കാൾ ഭക്തിയോടെ ജീവിച്ച മഹാന്മാർക്ക് അത് കൂടാതെ വേറെയും രണ്ട് സ്വർഗമുണ്ട്, രണ്ട് തോട്ടങ്ങളുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് സമൂഹമേ? ഫീമാ ഫീഹിമാ ഐനാനി നല്ലാഖതാൻ. ആ രണ്ട് മഹത്തായ തോട്ടങ്ങളിലും അതേ ആ രണ്ട് തോട്ടങ്ങൾ മുദ്ഹാമ്മതാൻ, വല്ലാതെ പച്ച പിടിച്ചു നിൽക്കുന്ന തോട്ടങ്ങളാണ്. അതേ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ റബ്ബിന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഫീഹിമാ ഐനാനി നല്ലാഖതാൻ. ആ തോട്ടങ്ങളിലൂടെ അതാ ശക്തിയായ നിലക്ക് ഒലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് നദികൾ അവിടെയുമുണ്ട്, അതൊരിക്കലും വറ്റുന്നില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഫീഹിമാ ഫാക്കിഹത്തും വനഖലും വറുമ്മാൻ. ആ രണ്ട് തോട്ടങ്ങളിലും പഴവർഗ്ഗങ്ങളുണ്ട്. അത് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം പറയുന്നു വനഖലുൻ, ഈത്തപ്പനയുണ്ട്. കാരണം ഈത്തപ്പഴം എന്ന് പറയുന്നത് അത് വെറും ഒരു പഴം മാത്രമല്ല, ഭക്ഷണവും കൂടിയാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. ശേഷം പറയുന്നു റുമ്മാൻ, റുമ്മാൻ പഴമുണ്ട്. അതങ്ങനെ പ്രത്യേകം പറയാൻ കാരണം റുമ്മാൻ എന്നത് പഴവുമാണ്, മരുന്നുമാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനല്ലേ, ഓരോ വാക്കിനും പ്രത്യേകം
പ്രത്യേകം ലക്ഷ്യമല്ലേ? ഫീഹിമാ ഫാക്കിഹത്തും വനഖലും വറുമ്മാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് സമൂഹമേ? ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. ആ രണ്ട് തോട്ടങ്ങളിലുമുണ്ട് വല്ലാത്ത സ്വഭാവമുള്ള ചില സ്ത്രീകൾ. ഒരിക്കലും ശുണ്ടി പിടിക്കുന്ന സ്ത്രീകളല്ല, മൂക്കും മത്തെറിപ്പുള്ള സ്ത്രീകളല്ല, ഭർത്താവിനെ പറിച്ച് കുഴക്കുന്ന സ്ത്രീയല്ല, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീയല്ല. ഹിസാൻ, വല്ലാത്ത ഭംഗി മുഖത്തിനുള്ള സ്ത്രീകളാണ്, ശരീരത്തിനുള്ള സ്ത്രീകളാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. അതേ, മുത്തിന്റെയും മറ്റും ഖൈമകളുണ്ടവിടെ. ആ ഖൈമയുടെ ഉള്ളിൽ തന്നെ മറഞ്ഞു നിൽക്കുന്ന സ്ത്രീകളാണ്. അവരുടെ കണ്ണുകൾക്ക് വല്ലാത്ത, അവരുടെ കണ്ണിന്റെ കറുപ്പിന് വല്ലാത്ത കറുപ്പാണ്, വെളുപ്പോ അതേ വല്ലാത്ത ഭംഗിയുള്ള കാഴ്ചയാണ്, വല്ലാത്ത ഭംഗിയുള്ള കണ്ണാണ്. അതുകൊണ്ടാണ് അവർക്ക് ഹൂറുൽ ഈൻ എന്ന് പേര് വന്നത്. വീണ്ടും പറയുന്നു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളെ റബ്ബിന്റെ ഏത് നിഅമത്താണ് നിങ്ങൾ കളവാക്കുന്നത്? ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഈ തോട്ടത്തിൽ, ഈ സ്വർഗത്തിലുള്ള സ്ത്രീകളെയും അതാ ഒരു പുരുഷനും ഒരു ജിന്നും കന്യകത്വം നീക്കിയിട്ടില്ല, അവര് കണ്ടിട്ടില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇവിടെയാണ് സുഹൃത്തുക്കളെ സ്വർഗത്തിലുള്ള ആ ഹൂറുല്ലീങ്ങളായ സ്ത്രീകൾ അവരുടെ ആ ഭംഗിയോടുകൂടെ അവർ ഭർത്താക്കന്മാരെ സ്വീകരിച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്നവർ പരസ്പരം കൈപിടിച്ചുകൊണ്ട് നൃത്തം ചവിട്ടി ഡാൻസ് കളിച്ചുകൊണ്ട്, അവിടെ സ്വർഗത്തിൽ വെച്ചുണ്ട് ഡാൻസ്, സ്വർഗത്തിലുണ്ട് നൃത്തം. ഇവിടെ നിങ്ങൾ നൃത്തം, പെണ്ണിന്റെ നൃത്തം കാണാൻ പോകണ്ട, ക്ഷമിച്ചു നിന്നാലേ കിട്ടൂ. ഇവിടെ സിനിമക്ക് പോകണ്ട, ഇവിടെ കള്ള് കുടിക്കാൻ പോകണ്ട. അവിടെ നിന്ന് പെണ്ണുങ്ങൾക്കുണ്ട് ചില പദ്യങ്ങൾ, ആ സന്തോഷത്തോടെയുള്ള പദ്യങ്ങൾ. നഹ്നു റാളിയാതു ഫലനസ്ഖതു അബദാ വനഹ്നുൽ മുഖീമാതു ഫലനൽഗനു അബദാ വനഹ്നുൽ ഖാലിദതു ഫലനമുതു അബദാ വനഹ്നു നഈമതു ഫലനൈബസു അബദാ വനഹ്നു ഖൈറാത്തുൻ ഹിസാൻ ഹബീബാത്തുൻ ലിഅസ്വാജിൻ കിറാം. ആ സ്വർഗത്തിലുള്ള സ്ത്രീകൾ കയ്യും കോർത്ത് പിടിച്ച് ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്ന ഗാനങ്ങളാണ്. ആ പാട്ടിങ്ങനെ പാടുമ്പോ ഈ ലോകത്ത് വെച്ച് ഭർത്താവിനെ സുബഹിക്ക് വിളിച്ച പെണ്ണില്ലേ, ഭർത്താവിനോട് നിങ്ങൾ മദ്യപിക്കരുതെന്ന് ഉപദേശിച്ച പെണ്ണില്ലേ, ഭർത്താവ് നന്നാകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പെണ്ണില്ലേ, അതേ എന്റെ മക്കള് നന്നായി കാണണമെന്ന് ആശിച്ച പെണ്ണില്ലേ, എന്റെ മക്കള് മുത്തഅല്ലിമീങ്ങളാകണം, മുഅല്ലിമീങ്ങളാകണം, ആലിമീങ്ങളാകണം എന്ന് ചിന്തിച്ച പെണ്ണില്ലേ, ഭർത്താവിനെ അനുസരിച്ച പെണ്ണില്ലേ, കൃത്യമായി നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ചെയ്ത് ഒരു ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയാതെ, മക്കളെ ഭാര്യമാരോട് അക്രമം ചെയ്യാതെ, അയൽവാസികളെ പറ്റി കുറ്റം പറയാതെ, കുടുംബ ബന്ധം മുറിക്കാൻ ഒരിക്കലും പുരുഷന്മാരെ അനുവദിക്കാതെ, അതേ നല്ല സ്വഭാവത്തോടെ ഇവിടെ ജീവിച്ച സ്ത്രീകളില്ലേ, അവര് സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളെക്കാൾ കൂടുതൽ ഭംഗിയുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, അവർക്കൊരിക്കലും ഒരു തകർച്ചയും സംഭവിക്കുന്നില്ല. അവർ ഈ ഹൂറുല്ലീങ്ങളായ സ്ത്രീകളെ പാട്ട് കേൾക്കുമ്പോ പകരം അങ്ങോട്ട് അവർക്കൊരു പാട്ടുണ്ട്. നഹ്നുൽ മുസല്ലിയാതു വമാ സല്ലൈതുന്നാ
സ്വർഗത്തിൽ അല്ല പടക്കപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾക്ക് ഞങ്ങളെ പവറില്ല കേട്ടോ. കാരണം ഞങ്ങൾ അള്ളാഹ്ക്ക് നിസ്കരിച്ച് സ്വർഗത്തിലെത്തിയ സ്ത്രീകളാണ്, നിങ്ങൾ നിസ്കരിച്ച് സ്വർഗത്തിലെത്തിയതല്ല. വനഹ്നു സായിമതു വമാ സുംതുന്നാ, ഞങ്ങൾ നോമ്പെടുത്ത് സ്വർഗത്തിലെത്തിയതാണ്, നിങ്ങൾ നോമ്പെടുത്ത് സ്വർഗത്തിലെത്തിയതല്ല. ഞങ്ങൾ ഒതുവെടുത്ത് സ്വർഗത്തിലെത്തിയതാണ്, നിങ്ങൾ ഒതുവെടുത്ത് സ്വർഗത്തിലെത്തിയതല്ല. വനഹ്നുൽ മുതസദ്ദിഖാതു വമാ തസദ്ദഖ്തുന്നാ, ഞങ്ങൾ ധർമ്മം ചെയ്ത് സ്വർഗത്തിലെത്തിയതാണ്, നിങ്ങൾ ധർമ്മം ചെയ്ത് സ്വർഗത്തിലെത്തിയതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലെത്തിയ ഈ സ്ത്രീകൾ സ്വർഗത്തിൽ തന്നെ അല്ലാഹു പടച്ചിട്ടുള്ള ഹൂറുല്ലീങ്ങൾക്ക് മറുപടിയായി ഇത് പാടുമ്പോൾ ഫഗലബ്നഹുന്ന വല്ലാഹ്, ഈ ദുനിയാവിൽ നിന്ന് ഭർത്താക്കന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താൻ ഭാഗ്യം ലഭിച്ച ഈമാനും തഖ്വയുമുള്ള സ്ത്രീകൾ ശരീരം മറക്കാതെ ഒരു സ്ഥലത്തും ഇറങ്ങിയിട്ടില്ല, അന്യപുരുഷനോട് സംസാരത്തിനില്ല, അന്യപുരുഷനെ ടെലിഫോണിൽ വിളിച്ചിട്ടില്ല, അതുപോലെ അല്ലാഹ് പൊരുത്തപ്പെടാത്തതൊന്നുമില്ല. മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കാൻ അവൾ ഇരുന്നിട്ടില്ല, അതുപോലെ വാദ്യമേളങ്ങൾ കാണാൻ പോയിട്ടില്ല, അതേ ടെലിഫിലിമുകൾ കാണാൻ പോയിട്ടില്ല. അത്തരം സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് മറുപടിയായി ഈ ഗാനമങ്ങ് പാടുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വല്ലാഹി ദുനിയാവെന്ന് പോയ സ്ത്രീകൾ വിജയിച്ചു പോയി. അവരുടെ ഭംഗി ഒരു സ്ത്രീകൾക്കുമില്ല, അവരുടെ സ്ഥാനവും വേറെ സ്ത്രീകൾക്കില്ല. ഓ ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരെ, അല്ലാഹു അതാ പറഞ്ഞത്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏതനുഗ്രഹത്തെയാ നിങ്ങൾ കളവാക്കുന്നത്. മുത്തഖീന അലാ റഫ്റഫിൻ ഖുദറിൻ വഅബ്ഖരിൻ ഹിസാൻ, അതേ ആ സ്വർഗത്തിലതാ അവരുടെ ഇണകളും അവരുമൊക്കെ ചാരി നിൽക്കുന്നു. പട്ടിന്റെ മെത്തകളാണ്, അതേ പച്ചയുള്ള മെത്തകളാണ്, പച്ച മെത്തകളാണ്, നല്ല തലയണികളാണ്, ഏറ്റവും മുന്തിയ പട്ടിന്റെ നിർമ്മാണമാണ്. അവിടെ ചാരിയും കിടന്നും അവരതാ സുഖിച്ചുകൊണ്ടിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, പച്ചവർണ്ണമുള്ള അതാ മെത്തയും തലയണിയിലും അഴകേറിയ പരവതാനിയിലുമായി അവരതാ സുഖിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് ഓ മനുഷ്യ സമൂഹമേ, ജിന്ന് സമൂഹമേ നിങ്ങൾ കളവാക്കുന്നത്? ഇല്ല ഇല്ല, ഒന്ന് പറഞ്ഞോളൂ. വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. അല്ലാഹ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബിഅയ്യി ആലാഇ ഓതി കേൾപ്പിച്ചപ്പോ ജിന്നുകൾ പറഞ്ഞ അതേ മറുപടി ഞങ്ങളും പറയുന്നു. നീ തന്ന ഒരു നിയമത്തിനെയും ഞങ്ങൾ കളവാക്കുന്നില്ല അല്ലാഹ്. ഞങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിൽ ഞങ്ങളെ ദൗർബല്യമാണ്, അത് ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ഇനി അല്ലാഹു തആല ഒരായത്തും കൂടി അതാ സൂറത്തുർ റഹ്മാനിൽ വെച്ചിരിക്കുന്നു. ആ ഒരായത്തും കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, വല്ലാത്തൊരായത്താണത്. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം.
നിന്റെ റബ്ബ് വളരെ ഖൈറും ബർക്കത്തുമുള്ള ഉന്നതനായിരിക്കുന്നു. ദിൽ ജലാലി വൽ ഇക്റാം, വലിയ മഹത്വമുള്ളവനും ആദരിക്കപ്പെടുന്നവനും മറ്റുള്ളവർക്ക് കറാമത്ത് നൽകുന്നവനുമാണ് അവൻ. അവൻ വളരെ പരിശുദ്ധനാണ്. ഈ ആയത്ത് കൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അർ റഹ്മാൻ എന്ന പേര് കൊണ്ട് തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ പേരുകളിൽ വളരെ മഹത്വമുള്ള ദുൽ ജലാലി വൽ ഇക്റാം എന്ന പേരുകൊണ്ട് ഈ സൂറത്ത് അല്ലാഹ് സമാപിപ്പിക്കുന്നു. കാരണം ദുൽ ജലാലി വൽ ഇക്റാം അത് അല്ലാഹുവിന്റെ വലിയ ഒരു മഹത്വമാണ്. ഹദാദ് ചൊല്ലുന്ന മോമിനീങ്ങളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഹദാദ് റാത്തീബ് ചൊല്ലുന്നവർ ഭാഗ്യവാന്മാരാണ്. അതേ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം 7 പ്രാവശ്യമല്ലേ ഹദാദിൽ ചൊല്ലുന്നത്. ദുൽ ജലാലി വൽ ഇക്റാം എന്ന റബ്ബിന്റെ പേര് അത് വല്ലാത്ത മഹത്വമുള്ളൊരു പേരാണ്. അത് വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കാര്യമായി ഹദ്ദാദ് റാത്തീബിൽ പറയുന്ന സംഗതി എന്താണ്? യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വമുള്ളവനും ആദരിക്കുന്നവനുമായ അല്ലാഹ്, അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിന്റെ മേലുറപ്പിച്ച് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ. മറ്റുള്ള ദിക്റൊക്കെ 3 പ്രാവശ്യം ചൊല്ലുമ്പോ ഇത് 7 പ്രാവശ്യമല്ലേ ചൊല്ലുന്നത്. കാരണം യാദൽ ജലാലി വൽ ഇക്റാം എന്ന് വിളിച്ചുകൊണ്ടുള്ള ദുആ അതിന് വലിയ ഇജാബത്താണ്. മുസ്ലിമീങ്ങളെ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക തമാമൻ നിഅമ, പരിപൂർണമായ അനുഗ്രഹം നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തദ്രി മാ തമാമുൻ നിഅമ, പരിപൂർണമായ അനുഗ്രഹം എന്താണെന്ന് നിനക്കറിയാമോ? തമാമുൻ നിഅമതി ദുഖൂലുൽ ജന്ന വൽ ഫൗസു മിനൻ നാർ, പരിപൂർണമായ അനുഗ്രഹം സ്വർഗ്ഗത്തിൽ കടക്കലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും കഴിഞ്ഞ് മറ്റൊരാളെ സമീപത്തുകൂടി പോവുകയാണ്. അയാൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബ്റ, അല്ലാഹുവേ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ക്ഷമിക്കാനുള്ള കഴിവ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് സഅൽത റബ്ബക്കൽ ബലാ, നീ മുസീബത്താണോ ചോദിച്ചത്? ക്ഷമയെ നീ ചോദിച്ചാൽ അതിനർത്ഥം എന്താണ്? ക്ഷമ ചോദിക്കുമ്പോൾ ആദ്യം ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോഴല്ലേ ക്ഷമ വരിക. അതുകൊണ്ട് ആ ഉദ്ദേശത്തിലാണ് നിന്റെ ചോദ്യമെങ്കിൽ നീ മുസീബത്ത് ചോദിച്ചു വാങ്ങുന്ന ഒരു ചോദ്യമായി പോയത്. അതുകൊണ്ട് അങ്ങനെ നീ ചോദിക്കണ്ട എന്നർത്ഥം വരുന്ന നിലക്ക് നീ ബലാഇനെ ചോദിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരാളെ സമീപത്തുകൂടി പോകുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫസൽഹുൽ ആഫിയ, നീ സൗഖ്യമാണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, സബറല്ല ചോദിക്കേണ്ടത്, സുഖമാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് പിന്നീട് ഒരാളെ സമീപത്തുകൂടി പോകുമ്പോ അദ്ദേഹം ഇങ്ങനെ യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് അല്ലാഹനെ ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സൽ, ചോദിച്ചോ. യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലിയിട്ടുള്ള ചോദ്യം ഉത്തരം കിട്ടുന്ന ചോദ്യമാണെന്നർത്ഥം. ഇനിയും ധാരാളം കാണാം. അലില്ലു ബിയാദൽ ജലാലി വൽ ഇക്റാം, പടച്ചവന്റെ അടുക്കുന്ന വല്ലതും കിട്ടാൻ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം ചൊല്ലിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്ര ചൊല്ലാൻ കഴിയുമോ യാദൽ ജലാലി വൽ ഇക്റാം ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ. അത് പടച്ചവന്റെ മഹത്വം അറിയിക്കുന്ന വാചകമാണ്, പേരാണ്. അതേ ആ പടച്ചവൻ അവന്റെ മഹാന്മാർക്ക് കറാമത്ത് കൊടുക്കുന്നവനാണെന്ന് അറിയിക്കുന്ന പേരാണ്. ഇക്റാം എന്ന വാക്കിന് ആദരിക്കപ്പെടുന്നവനെന്നും ആദരിക്കുന്നവനെന്നും രണ്ടർത്ഥമുണ്ട്. അല്ലാഹു തആല ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കുന്നവനാണ്, അത് ആ വാക്കിന്റെ അർത്ഥമാണ്. ജലാലൈനി പോലും അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ഔലിയാക്കൾ കറാമത്ത് കൊടുക്കുന്നവനാണെന്ന് പടച്ച റബ്ബിനോട് പറയുന്ന ഒരു വാചകം കൂടിയാണത്. അല്ലാഹുവിന്റെ മഹത്തായ പേരാണത്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് നമ്മുടെ പ്രസംഗം ഈ വർഷത്തേത് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. ഈ ചരിത്രം കൂടി ബറക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്തുന്നു. അല്ലാഹുവേ, ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ചരിത്രം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. വല്ലാത്ത ദാരുണമായ നിലക്ക് കൊല്ലപ്പെട്ടൊരു മഹാനാണിത്. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. അവിടുത്തെ ബറക്കത്തും അതുപോലെ എല്ലാ ബറക്കത്തും ഞങ്ങൾക്ക് ഈ മജ്ലിസിൽ നീ ചൊരിക്കണം റഹ്മാനേ. സുഹൃത്തുക്കളെ,
ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കുന്നു, പിന്നീട് മറന്നുപോകുന്നതിന് സൂചിപ്പിക്കുന്നു. ജനുവരി 16 മുതൽക്ക് തന്നെ കുറ്റ്യാടിയിലും വഅദുണ്ട്. ഇൻഷാ അല്ലാഹ് 20, 21 തീയതികളിൽ വിനീതനായ ഞാനാണ് വഅദ് പറയുന്നത്. ആ 21-ാം തീയതി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാനുണ്ടാകും. അവിടെ ദിക്ർ ഹൽഖയും ഉണ്ടാകും. ഇനി വേറെ ചിലപ്പോൾ നോട്ടീസൊന്നും വന്നോളണമെന്നില്ല. എല്ലാവരും കുറ്റ്യാടിയിലെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. 22-ാം തീയതി 10 മണിക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആര്യാടൻ മുഹമ്മദ് സാഹിബ്, MK മുനീർ സാഹിബ് പോലെയുള്ള ആളുകൾ വന്ന് ചില സ്ഥാപനങ്ങൾക്ക് ശിലാസ്ഥാപനമിടുന്നതും 10 മണി മുതൽക്ക് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവിടെ കൺവെൻഷൻ നടത്തുന്നതുമാണ് എന്നുകൂടി അറിയിക്കുന്നു. സിറാജുദ്ദീൻ 22-ാം തീയതി. ഇൻഷാ അല്ലാഹ് 22-ാം തീയതി വൈകുന്നേരം അസറോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാർ തങ്ങളും ശൈഖുന കാന്തപുരം ഉസ്താദും CM ഇബ്രാഹിം സാഹിബും അതുപോലെ നമ്മുടെ സാദാത്തുക്കൾ സയ്യിദ് അലി ബാഫ തങ്ങളും മറ്റ് ഒരുപാട് സാദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന അതിവിപുലമായ സമ്മേളനമാണ്. അത് സിറാജുൽ ഹുദയുടെ പുതിയ സൈറ്റ് കുറ്റ്യാടിയിൽ 25 ഏക്കറോളം സ്ഥലത്ത് 6-7 ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്. പലരും അത് കണ്ടിട്ടില്ല, നമ്മുടെ പ്രവർത്തകന്മാർ തന്നെ കണ്ടിട്ടില്ല. അവിടെയാണ് ആ പരിപാടി നടക്കുക. എല്ലാവരും എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. ഞാൻ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചെറിയ ചരിത്രം പറഞ്ഞ് ബഹുമാനപ്പെട്ട അസ്ലം ജിഫരി തങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് സയ്യിദന്മാരുടെ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ കൊല്ലത്തെ ഈ പരിപാടി ഇവിടെ സമാപിപ്പിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ദീർഘിച്ച ചരിത്രമാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വലിയ കറാമത്തുള്ള മഹാനാണ്. ഞാൻ അവസാനമായി ദുൽ ജലാലി വൽ ഇക്റാം എന്ന വാചകം കൊണ്ടാണല്ലോ നാം തീർക്കുന്നത്. അല്ലാഹു തആല ഒരാൾക്ക് കറാമത്ത് കൊടുത്താൽ ആ കറാമത്ത് കൊടുക്കുന്ന റബ്ബ് തന്നെ ചിലപ്പോൾ ചില മുസീബത്തുകളും പ്രയാസങ്ങളും കൊടുക്കും. അത് ആഖിറത്തിൽ കറാമത്ത് കൊടുക്കാൻ വേണ്ടിയാണ്, ആഖിറത്തിൽ ധാരാളം ആദരവ് കൊടുക്കാൻ വേണ്ടിയാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്, സഹാബത്തിൽ ദീൻ പഠിച്ച ആളാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു അക്രമിയായ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കട്ടിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങൾ പരിശുദ്ധ ദീനിനെതിരായപ്പോൾ അത് ശരിയല്ലെന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെട്ടിട്ട് ദീന് പറയാതിരുന്നിട്ടില്ല. ദീനിന്റെ നിയമം പറഞ്ഞതല്ലാതെ മഹാനവറുകളൊന്നും ചെയ്തിട്ടില്ല. ആ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി നടന്നിട്ട് കിട്ടാതെ വന്നപ്പോൾ 20ഓളം വലിയ സൈന്യത്തിൽപ്പെട്ട വലിയ ശക്തിയുള്ള ജനങ്ങളെ പറഞ്ഞയച്ചു. അതാ പല സ്ഥലത്തും കറങ്ങി നോക്കുമ്പോൾ അതാ ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ഒരു അവരുടേതായ ആരാധനാ സ്ഥലങ്ങളുള്ള ഒരു ഏരിയയുണ്ട്. അവിടെ ചെന്ന് നോക്കണം, പർവ്വതത്തിന്റെ മേലെ എന്ന് ഏൽപ്പിച്ചു. ആ നിലക്ക് അവിടെ ചെന്ന് ക്രിസ്തീയ സഹോദരന്മാരോട് ചോദിച്ചപ്പോ നസ്രാനികളുടെ ആരാധനാ മണ്ഡപത്തിൽ കണ്ട ഒരു പാതിരിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് സഈദ് ഇബ്നു ജുബൈറിനെ അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങതാ ആരാധിക്കുന്ന ഒരു ചെറിയ ഒരു വീട് കാണുന്നു, നിങ്ങൾ ആ കട്ടപ്പര പോലെയുള്ള ഒരു സ്ഥലം, അവിടെ അദ്ദേഹത്തെ ചിലപ്പോൾ കണ്ടേക്കുമെന്ന് പറഞ്ഞപ്പോ അതാ തെരഞ്ഞു പോകാൻ വേണ്ടി പോയ പട്ടാളക്കാർ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചൂണ്ടിയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടക്കുകയാണ്. സമീപത്ത് ചെന്ന് മഹാനവറുകളെ ഇങ്ങ് വളഞ്ഞതിന് ശേഷം സലാം ചൊല്ലി കഴിഞ്ഞപ്പോ സുജൂദിൽ നിന്ന് തല ഉയർത്തി നിസ്കാരം കഴിഞ്ഞപ്പോ മഹാനവറുകൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവര് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞയച്ച കക്ഷികളാണ്, നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഓർഡറുണ്ട്, നിങ്ങൾ വരുന്നില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകാൻ ഓർഡറുണ്ട്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് പടച്ചവന് സ്തുതി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്തും ചൊല്ലി മഹാനവറുകൾ അതാ അവരുടെ കൂടെ നടന്ന് ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന അവരുടെ ആരാധനാ മണ്ഡപങ്ങളുടെ സമീപത്തേക്ക് ഇങ്ങെത്തുമ്പോഴേക്ക് നേരം രാത്രിയായി പോയി. അപ്പോൾ ആ ആരാധനാ മണ്ഡപത്തിൽ നിന്നൊരു പുരോഹിതൻ തല പുറത്തിട്ടുകൊണ്ട് പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ പുറത്തു നിന്നാൽ നിങ്ങളെ വലിയ വലിയ മൃഗങ്ങൾ വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകും.
അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഈ ആരാധനാ മണ്ഡപത്തിന്റെ ഉള്ളിൽ കയറി നിങ്ങൾ ഈ രാത്രിയിൽ സുരക്ഷിതരായി കഴിയണം. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടിറങ്ങിയാൽ നിങ്ങളെ അതാ വലിയ മൃഗങ്ങൾ വന്ന് പിടിച്ചുകൊണ്ടുപോകും. ആ നിലക്ക് വന്യമൃഗങ്ങളുള്ളൊരു സ്ഥലമാണിത്. ഓ സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ആ ക്രിസ്ത്യാനിയായ ആ പുരോഹിതന്റെ ആരാധനാ മണ്ഡപത്തിലേക്ക് അങ്ങ് കയറി. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കയറാതെ പുറത്തു നിന്നു. അവര് ചോദിച്ചു, നിങ്ങൾ എന്തേ കയറാത്തത്? നിങ്ങൾക്ക് ഞങ്ങളങ്ങ് കയറിയ സമയത്ത് ഓടിക്കളയാനല്ലേ? സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഇല്ല ഞാൻ ഓടൂല, ഞാനങ്ങനെ ഓടൂല. പക്ഷേ ഞാൻ അവിടെ കയറാത്തതിനൊരു കാരണമുണ്ട്. എന്റെ റബ്ബിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ സംബന്ധിച്ച് അവനില്ലാത്ത ചില പ്രത്യേകതകൾ പറയുകയും ആ റബ്ബിനെ സംബന്ധിച്ച് അവന് മക്കളുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ട് അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ചില പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണത്. എന്റെ റബ്ബിനെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ ആ റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്നവരുടെ കൂടെ വന്ന് നിൽക്കാനില്ല. അവരുടെ ഉള്ളിലേക്ക്, അവരുടെ ആരാധനാ മണ്ഡപത്തിലേക്ക് ഞാൻ കയറാനില്ല. ജീവിതത്തിൽ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലാണ്. പക്ഷേ എന്റെ ആരാധനാ മണ്ഡപത്തിൽ ഞാനും, അവരെ ആരാധനാ മണ്ഡപത്തിൽ അവരും, അല്ലാതെ ഞാൻ അവരെ ആരാധനാ മണ്ഡപത്തിൽ കയറാനില്ല. അപ്പൊ ഈ കക്ഷികൾ പറഞ്ഞു, നിങ്ങളെ അതാ ഇവിടെ നിന്ന് പുറത്തു നിന്നാൽ, നിങ്ങളെ വന്യമൃഗം പിടിച്ചുകൊണ്ടുപോയാൽ ഞങ്ങൾ പോയിട്ട് എന്താണ് ഞങ്ങൾ ഭരണാധികാരിയോട് പറയുക? ഗവർണറോട് ഞങ്ങൾ എന്താ മറുപടി പറയുക? അതുകൊണ്ട് ഇത് പറ്റൂല, നിങ്ങൾ കയറിയേ പറ്റൂ ഇവിടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഓ ജനങ്ങളെ, ഫർരിഖൂ ഖവാത്തിറക്കും, നിങ്ങൾ ആ തോന്നൽ നിങ്ങളങ്ങ് ഒഴിച്ചുകളാ. അൻഹാദിഹിൽ വസ്വാസ്, ഇത് നിങ്ങളൊരു വസ്വാസാണ്. ഫഇന്നല്ലാഹ തആല ഖാദിറുൻ അലാ അൻ യഹ്ഫദ അബ്ദഹ, അല്ലാഹുവിന്റെ അടിമയെ സംരക്ഷിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. മിനസ്സിബായി, ഏത് വന്യമൃഗത്തിൽ നിന്നും സംരക്ഷിക്കാൻ കഴിവുണ്ട്. വൽ ഹവാമി, ഏത് ഇഴജന്തുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിവുണ്ട്. അപ്പ ഇവരെ ചോദ്യം, അന്ത നബി, നീ നബിയാണോ? നിനക്ക് വഹി കിട്ടിയതാണോ? എന്താ നീ ഇങ്ങനെ പറയാൻ? നിനക്ക് മുഅ്ജിസത്തുണ്ടോ? സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ലസ്തു ബി നബി, ഞാൻ നബിയല്ല. വഇന്നമാ അന അബ്ദുൻ, ഞാനൊരടിമയാണ്. ജാഫിൻ വഖാതീൻ, പല തെറ്റുകളും വന്നുപോയ അടിമയാണ്. പിന്നെയോ ഞാൻ പക്ഷേ എന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് കയറാനില്ല. നിർബന്ധിച്ചപ്പോ മഹാനവറുകൾ സത്യം ചെയ്തങ്ങ് കൊടുത്തു, ബില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹല്ലാതെ ഇലാഹില്ലല്ലോ. ആ റബ്ബിനെ മുൻനിർത്തി ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെയും വിട്ടോടൂല. ഞാൻ നിങ്ങൾ രാവിലെ വന്നാൽ എന്നെ കിട്ടാത്ത നിലക്ക് ഞാൻ മാറിക്കളയൂല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എനിക്കെന്റെ റബ്ബ് സംരക്ഷണം തരും. നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുവെങ്കിലും നിന്നോളൂ. അവരെല്ലാവരും അതാ ആ പുരോഹിതന്റെ റൂമിലേക്ക് കയറി നിന്നു. അവര് വാതിലടച്ചു. എന്നിട്ട് ആ പുരോഹിതന്റെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മേലെ കയറിയിട്ട് അവരതാ സ്വന്തത്തിൽ അമ്പും വില്ലുമൊക്കെ കയ്യിൽ പിടിച്ച് ആരെങ്കിലുമോ എന്തെങ്കിലുമോ വന്നാൽ എയ്യണമെന്ന നിലക്ക് വീട്ടിന്റെ മേലെ കയറി നിന്നുകൊണ്ട് എന്താണ് ഈ വ്യക്തി ചെയ്യുന്നതെന്നിങ്ങനെ നോക്കി നിന്നു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. അപ്പോഴതാ ഒരു സിംഹം വരുന്നു. ആ സിംഹം വന്നിട്ട് കുറെ ദൂരെ അവിടെ അങ്ങ് നിന്നു, വളരെ താഴ്മയോടെ അവിടെ നിന്നു. എന്നിട്ടോ നേരം വെളുക്കുന്നത് വരെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലും ദിക്റിലും ദുആയിലും കഴിയുമ്പോ ഈ സിംഹം കാവല് നിൽക്കുന്നു. വമൻ യകുൻ ബിറസൂലില്ലാഹി നുസ്റതു ഇൻദൽ ഖഖുൽ ഉസ്ദു ഫീ അജമിഹാ തജീമി. സഫീന റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ സിംഹം വന്നപ്പോൾ ഇത്തഖിയന മൗലാ റസൂലില്ലാഹി, സൂക്ഷിച്ചോളണം ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് പറഞ്ഞപ്പോ
സിംഹം തലയും താഴ്ത്തിയിട്ട് അംഗരക്ഷകനായത് മിസ്കാത്തിൽ ഓതിയിട്ടില്ലേ മുതഅല്ലിമീങ്ങളെ? അത് സഹാബത്തിന്റെ കറാമത്തല്ലേ? ഇത് താബിഈയായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്. സിംഹമതാ സെക്യൂരിറ്റിയായി നിൽക്കുന്നു. മഹാനവറുകൾ നിസ്കാരത്തിൽ തന്നെ നേരം വെളുത്തു. സുബഹിയൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തപ്പോ അവരെല്ലാവരും ആ ക്രിസ്തീയ പുരോഹിതന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവര് വന്നിട്ടതാ സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്നു. അവരതാ തൊട്ട കൈകൊണ്ട് സ്വന്തം മുഖം തടകുന്നു. അതിന്റെ പുറമെ മഹാനവറുകൾ നിസ്കരിക്കാൻ നിന്ന മണ്ണ്, ആ മണ്ണ് കൈകൊണ്ട് തൊട്ടിട്ട് ശരീരത്തിൽ തടകുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലത്ത് ദർസ് നടത്താൻ വേണ്ടി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നവവി ഇമാമിന്റെ വഫാത്തിന് ശേഷം വന്നപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്തുള്ള മണ്ണ് ബറക്കത്തിന് വേണ്ടി കിട്ടാൻ മുഖം വെച്ചിട്ടതാ ചുംബിച്ചില്ലേ? ഇമാമിങ്ങൾ വല്ലാതെ ബറക്കത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ഫീ വഫീ ദാരിൽ ഹദീസി ലതീഫു മനാ ലഹാ അസ്ബു വആവി എന്ന് പറഞ്ഞ് സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു നവവി ഇമാം ദർസ് നടത്തുമ്പോൾ ഇരുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കബിൾത്തടം വെച്ച് ചുംബിച്ചത് ചരിത്രത്തിലില്ലേ? ഇമാമിങ്ങളൊക്കെ മഹാന്മാര് തൊട്ട സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കുകയല്ലേ? ഈ ആളുകളൊക്കെ വന്നിട്ട് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ന്റെ കാല് തൊട്ട മണ്ണ് അതാ ബറക്കത്തിന് വേണ്ടി മുഖത്ത് പുരട്ടുന്നു. എന്നിട്ട് ഈ വന്ന പട്ടാളക്കാര് പറയുന്നു, കുല്ലുനാ അബീദുക വഫിദാഉക യാ സഈദ്, നിങ്ങളുടെ അടിമയെ പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് യാതൊരു കുന്നും ചെയ്യാൻ വേണ്ടി വന്നവരല്ല, പൊരുത്തപ്പെടണേ. വയാ ഹസ്റത്താ അലാ മൻ യഖ്തുലു മിസ്ലക ബിയദിഹി, നിങ്ങളെ പോലത്തെ ഒരു മഹാനെ കൊല്ലുന്ന ഹതഭാഗ്യന്റെ കഥ പറയേണ്ടതുണ്ടോ? പക്ഷേ ഞങ്ങളൊരു സങ്കടം പറയട്ടെ, നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാനാണ് ഗവർണർ ഉത്തരം വിട്ടത്. അതുകൊണ്ട് അതാ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങളെ വിട്ടത്. അതുകൊണ്ട് നിങ്ങളെ കണ്ട വിവരം പറയാതെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിഷയവുമില്ല. ലൗ യഖ്തുലുനാ ജമീഅൻ ഫലാ യുബാലി ബിമൗത്തിനാ. ഓ സഈദ് ഇബ്നു ജുബൈർ, നിങ്ങൾ ഞങ്ങളോട് പറയുകയാണോ എന്നെ കണ്ട വിവരം പറയണ്ട, എന്നാ ഞങ്ങളെ ഒക്കെ അങ്ങ് കൊന്നുപോകുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾ പോയിട്ട് നിങ്ങളെ കണ്ട വിവരം തന്നെ പറയൂല. ബഹുമാനപ്പ് ഞങ്ങളെ കൊല്ലുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ മറുപടി, ലാ ഉരീദു അൻ യസ്തദിറ അഹദുൻ ബിസബബി, എന്റെ കാരണം കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസമുണ്ടാകുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേണ്ടി നിങ്ങളെ കൊല്ലപ്പെട്ടുകൂടാ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേദനിച്ചുകൂടാ. വലാ റാദ്ദ ലിഖളാഇല്ലാ, പടച്ചവന്റെ വിധി തടുക്കുന്നവനില്ല, പടച്ചവന്റെ വിധി തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവനാണ് ഞാൻ. നിങ്ങളെ കൂടെ ഞാനും വരാം. സുബ്ഹാനല്ലാഹ്. നടന്ന് വാസിത എന്ന് പറയുന്ന പട്ടണത്തിന്റെ സമീപത്തെത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഓ കൂട്ടാളികളെ, കുറെ ദിവസമായില്ലേ നമ്മൾ സഞ്ചരിക്കുന്നു, നിങ്ങൾ ഞാനും കൂട്ടായി കുറച്ച് ദിവസം ജീവിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെടണം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാന്മാരെ മനസ്സു നോക്കൂ മൂമിനെ, അങ്ങോട്ടും ഇങ്ങോട്ടും പല കുറ്റവും കുറവും പറഞ്ഞ് തെറ്റിയിട്ട് അതാ പരസ്പരം നന്നായതിനു ശേഷവും പിന്നെയും അവന്റെ കുറ്റം പറയുന്ന ചിലരില്ലേ, പിന്നെയും വൈരാഗ്യം തീരാത്തവരില്ലേ, പിന്നെയും വിദ്വേഷം തീരാത്തവരില്ലേ, പിന്നെയും വഴക്കും വക്കാടവും അടിക്കുന്നവരില്ലേ. മഹാന്മാര് സ്വർഗത്തിൽ കിടക്കുന്ന മഹാന്മാരെ നോക്കി പഠിക്കണ്ടേ? പറയുകയാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടണേ. അതേ, എന്റെ അജല്, എന്റെ മരണം അടുത്തിട്ടുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെടൂല എന്നും എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളൊന്ന് എനിക്ക് അവസരം തരണം.
ഞാനൊന്ന് എന്റെ കാര്യങ്ങളൊക്കെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ, ഞാനൊന്ന് യാത്രക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങട്ടെ, പടച്ചവനിലേക്കുള്ള യാത്രക്ക് ഞാനൊന്നൊരുങ്ങട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാനൊന്ന് എന്റെ പാപങ്ങൾക്ക് റബ്ബിനോടൊന്ന് കാരണം ബോധിപ്പിക്കട്ടെ, ഞാൻ എന്റെ രാജാവിനോട് എന്റെ സങ്കടങ്ങളൊന്ന് പറയട്ടെ. യുഹവ്വിനു അലയ്യ സകറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദന എനിക്ക് റബ്ബൊന്ന് അതാ ഇളവ് ചെയ്ത് തരാൻ ഞാനൊന്നെന്റെ യാത്രയൊന്ന് നന്നാക്കട്ടെ. ഈ രാത്രി നിങ്ങളൊന്ന് എനിക്ക് വിട്ടുതരൂ. എനിക്ക് ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യവും ഖബറിലെ അദാബുമൊക്കെ ഒന്ന് അതാ അല്ലാഹു ഒഴിവാക്കി തരാൽ, ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നിങ്ങളൊന്ന് ഈ രാത്രി എനിക്ക് ഒഴിവാക്കി തരൂ. ഇതങ്ങ് പറഞ്ഞപ്പോ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ മുഴുവനും പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾക്ക് ഇത്രയും പടച്ച റബ്ബിനെ ഭയമാണെങ്കിൽ നിങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഖൽബ് കടന്നു പോകാതെ ഇത്രയും ഇബാദത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ ഒരു വിവരവുമില്ലാതെ ഒരുപാട് തെറ്റുകുറ്റങ്ങളുമായി പോകുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണ്? സഈദ് ഇബ്നു ജുബൈർ ആ മഹാത്മാ അവിടെ വെച്ച് തൗബ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, പിടിച്ചുകൊണ്ടുപോകാൻ വന്നവരുടെ മനസ്സൊക്കെയും അല്ലാഹുവിലേക്ക് തിരിഞ്ഞുപോയി. മഹാന്മാരുടെ സദസ്സിന്റെ ബറക്കത്തല്ലേ അത്. ബഹുമാനപ്പെട്ട സുബ്ഹാനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ അന്ന് രാത്രി മുഴുവനും വളുവെടുത്ത് കുളിച്ച് മുഴുവനും ദിക്റിലും ദുആയിലും നിസ്കാരത്തിലും റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നതിലും തന്നെ പിറ്റേന്ന് രാവിലെ അതാ ടൗണിന്റെ ഭാഗത്തേക്ക് മഹാനവറുകൾ അവരുടെ കൂടെ അങ്ങ് ചെന്നപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അധികാരിയായ ഭരണാധികാരിയോട് സഈദ് ഇബ്നു ജുബൈറിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന വിവരം കിട്ടിയപ്പോൾ ഹജ്ജാജിന്റെ സമീപത്ത് ഈ 10-20 ആളുകൾ ചെന്ന് പറയുന്നു, ഹജ്ജാജേ, നിങ്ങൾ കരുതിയതുപോലെ കൊല്ലപ്പെടേണ്ട മനുഷ്യനല്ലത്, കുറ്റം പറയേണ്ട മനുഷ്യനല്ലത്, അദ്ദേഹത്തിന്റെ കറാമത്തുകൾ എത്രയാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞ് വിവരങ്ങൾ ഓരോന്നങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ ഹജ്ജാജിന്റെ മറുപടി, അവനെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരൂ, ഞാനിപ്പോൾ അതൊന്നും ചോദിക്കുന്നില്ല, അവനെ കടത്തിക്കൊണ്ടുവരൂ. വെളിച്ചം അല്ല കൊടുക്കണ്ടേ, മനസ്സ് അല്ലാഹു തആല നന്നാക്കണ്ടേ. റബ്ബേ, ഞങ്ങളെ എല്ലാവരും മനസ്സും നീ നന്നാക്കി തരണം റഹ്മാനേ. കടുത്ത മനസ്സ് ഞങ്ങൾക്ക് ആർക്കും നീ തന്നേക്കരുത് റഹ്മാനേ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി അവന്റെ മുമ്പിൽ അങ്ങ് നിർത്തിയപ്പോ ഇവൻ ചോദിച്ചു, മസ്മുക നിന്റെ പേരെന്താണെടോ? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഈദ് ഇബ്നു ജുബൈർ. ഹജ്ജാജിനത് പിടിച്ചില്ല. സഈദ് എന്ന വാക്കിന്റെ അർത്ഥം വിജയി എന്നാണ്. അതവന് പിടിച്ചില്ല. അവൻ ഉടനെ തന്നെ പറഞ്ഞു, ബൽ ശഖീ ഇബ്നു ഖുസൈർ, നിന്റെ പേര് ശഖീ, പരാജിതൻ എന്നാണ്. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്മത്തിനി ഉമ്മി ഹാദൽ ഇസ്മ, എന്റെ ഉമ്മ എനിക്കിതാണ് പേര് വെച്ചത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പ ഹജ്ജാജ് പറഞ്ഞു, അന്ത ശഖീയുൻ വഉമ്മുക കദാലിക, നീയും പരാജയപ്പെടണം, നിന്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ്. സഈദ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറഞ്ഞു, അല്ലിൽ ഇൻദല്ലാഹ്, വിജയിച്ചവനാരാണ് പരാജയപ്പെട്ടവനാരാണ് അതിന്റെ വിവരം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഹുവ അഅലമു ബിഅഹ്വാലിൽ ഇബാദി മിന ശഖീ വമിന സഈദ്, ആരാണ് വിജയിച്ചവൻ ആരാണ് പരാജയപ്പെട്ടവൻ വിവരം അല്ലാഹുവിന്റെ അടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഹജ്ജാജിനൊന്നും പിടുത്തം കിട്ടിയില്ലല്ലോ. ആ സമയത്ത് രണ്ടാമത്തെ ചോദ്യം, മാ തഖൂലു ഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, മുഹമ്മദ് നബിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് കുറേ അങ്ങ് പറഞ്ഞു, നബിയും ബിൽ ഹഖ് വഹാദിൽ ഖൽഖ് ബിസ്സിദ്ഖി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് അങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഈ അക്രമിയായ മനുഷ്യന്റെ മനസ്സിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇയാൾ ബഹുമാനിക്കുന്നില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കണമെന്നതാണ്. സുബ്ഹാനല്ലാഹ്, നല്ല മറുപടി അങ്ങ് കൊടുത്തപ്പോ രണ്ടാമത്തെ, മാ തഖൂലു ഫീ അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറ്റി അഭിപ്രായം എന്താ? ഉടനെ തന്നെ മഹാനവറുകൾ പറഞ്ഞു, സാനീഹി ഫിൽ ഗാർ, നബി തങ്ങളുടെ കൂടെ ഗുഹയിലുണ്ടായ രണ്ടാമനാണത്. വഖലീഫത്തുഹു ഫീ ഉമ്മത്തിഹി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തുള്ള പ്രതിനിധിയാണത് തങ്ങളെ ശേഷം. ചോദിച്ചു, ഉമറിനെ പറ്റി നീ എന്ത് പറയുന്നു? നാസിറുദ്ദീനില്ലാഹി വമുഈനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ച, ഇസ്ലാമിനെ സഹായിച്ച മഹാൻ. ഉസ്മാനെ പറ്റി നീ എന്ത് പറയുന്നു? സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൽ കടക്കുന്നതിന് മുമ്പോ ശേഷമോ ഒരു വ്യഭിചാരമോ ഹറാമോ ചെയ്യാതെ, ഒരാളെയും ആക്രമിക്കാതെ,
തീവ്രവാദികളായ ആളുകൾ അക്രമത്തിലൂടെ കൊന്നുകളഞ്ഞ ഷഹീദാണത്. അല്ലാഹുവിന്റെ മഹാന്മാർക്ക് ധാരാളമായി ചെലവഴിച്ച, കിട്ടിയ പണം ധാരാളം ചെലവഴിച്ച മഹാനാണത്. ചോദിച്ചു, അലിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ഉടനെ തന്നെ പറഞ്ഞു, ബാബുൽ ഇൽമി വ അഫ്ളലുൻ നാസി ഫിൽ ഇൽമി വൽ ഹിൽം സൗജുൽ ബതൂൽ ഫാത്തിമത്തു സഹ്റാ സിഹ്റു ഖാതിമുൽ അംബിയാ. ഇൽമിന്റെ കവാടമല്ലേ, ജനങ്ങളിൽ വലിയ ഇൽമും വല്ലാത്ത സഹനവുമുള്ള മഹാനല്ലേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയല്ലേ. ചോദിച്ചു, മാ തഖൂലു ഫീ മുആവിയ, മുആവിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? കാന സാഹിബ നബിയ്യിൻ വ കാതിബ വഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലേ, വഹി എഴുതിയ മഹാനല്ലേ. ഒന്നും പറയാൻ കിട്ടാതെ വന്നപ്പോ, ചോദിച്ചതിന്റെ മറുപടിയിൽ ഒന്നും പിടുത്തം കിട്ടാതെ വന്നപ്പോ, കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ഭരണാധികാരി ഉടനെ തന്നെ പറയുകയാണ്, അൽവൈലു ലക യാ സഈദ്, സഈദേ നാശമാണ് നിനക്ക്, സഈദേ നാശമാണ് നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു മറുപടി, അൽവൈലു ലിമൻ തഅഖറ അനിൽ ജന്നതി വസ്തഹഖന്നാർ. എടോ, നാശമെന്ന് പറയുന്നത് അതേ സ്വർഗത്തിലെത്താൻ വൈകിപ്പോയവൻ, നരകത്തിന് അർഹനായവൻ, അവനാണ് നാശം കേട്ടോ. അപ്പോൾ ഈ ഹജ്ജാജിന്റെ മറുപടി, നഖ്തുലുക യാ സഈദ്, നിന്നെ ഞാൻ കൊല്ലും സഈദേ, ഫഖ്തർ മാ ശിഅത മിൻ അൻവാഇൽ ഖത്ലി, നിന്നെ എങ്ങനെ കൊല്ലണമെന്ന് നീ തന്നെ തിരഞ്ഞെടുത്തോ, എങ്ങനെ കൊല്ലണം ഞാൻ. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇഖ്തിയാറു ലക, നിന്റെ ഇഷ്ടം പോലെ കൊന്നടോ, ഫൈനൽ ഖിസാസ അലൈക, കാരണം എന്തുകൊണ്ട്? അതാ കൊല്ലുന്നവനെ പകരം കൊല്ലുമല്ലോ, അങ്ങനെ വരുമ്പോൾ പകരം നിന്നെയല്ലേ റബ്ബ് ശിക്ഷിക്കേണ്ടത്. നിനക്ക് ഏത് ശിക്ഷയാണോ വേണ്ടത് അതുപോലത്തെ കൊല്ലൽ നീ എന്നെ കൊന്നോ. ഫൈന്നക മാ തഅമലു ഫിദ്ദുനിയാ യുജാസി ബിക യൗമൽ ഖിയാമ കമാ തദീനു തുദാൻ. നീ എന്നെ ഇങ്ങോട്ട് എന്താണോ ചെയ്യുന്നത് അതുപോലെ നിന്നെ അല്ലാഹ് അങ്ങോട്ടങ്ങ് ചെയ്യും. നിനക്ക് എങ്ങനത്തതാ വേണ്ടത് അതുപോലെ നീ എന്നെ ചെയ്തോ. സുബ്ഹാനല്ലാഹ്, സഈദ് റളിയല്ലാഹു അൻഹു പകതർച്ചയില്ല. അപ്പോഴാ ഹജ്ജാജ് പറയുന്നു, ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നീ എന്നോട് പറയോ. ഉടനെ തന്നെ സഈദ് റളിയല്ലാഹു അൻഹു അൽഅഫു ബിന്നിന്ദില്ലാ വയുർജാ മിൻഹുൽ അഫു, വിട്ടുവീഴ്ച ഞാൻ എൻ്റെ റബ്ബായ അല്ലാഹുവിങ്കൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, അവനെ ഇങ്ങ് പിടിക്കിറക്കൂ, അവിടെ നിങ്ങൾ നല്ല നല്ല ഒരു വലിയ തോല് വിരിക്കൂ, അവനെ അങ്ങ് കൊല്ലൂ പട്ടാളക്കാരേ. അതങ്ങ് പറഞ്ഞപ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു. സഈദ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോ ഹജ്ജാജ് ചോദിക്കുന്നു, അതാ അവനെങ്ങോട്ട് മടക്കി വിളിക്കും. അതെ, എന്താണല്ലോ ഈ സമയത്ത് നീ പുഞ്ചിരിക്കാൻ കാരണം? ഇത് ചിരിക്കേണ്ട സമയമല്ലല്ലോ, നീ എന്തേ ചിരിക്കാൻ കാരണം? മഹാനവറുകളെ മറുപടി, അഅജബനി ജിത്റാഉക വഹിൽമു റബ്ബിക അൻത അജ്റഉ അലന്നാരി വല്ലാഹു അഅലമു. ഞാൻ ചിരിക്കാൻ കാരണം നിന്റെ ഒരു ധൈര്യം കണ്ടപ്പോ, നിന്റെ ഒരു വിവരക്കേട് കണ്ടപ്പോ, നിന്റെ റബ്ബിന്റെ ഒരു ഹിൽമ് കണ്ടപ്പോ. ഇതൊക്കെ തെറ്റിയിട്ടു അള്ളാഹ് പിന്നെയും നിന്നെ ഭരണാധികാരിയാക്കി വെച്ചിരിക്കല്ലേ, നിന്നെ ഈ സ്ഥാനത്തിരുത്തിയിരിക്കല്ലേ. അള്ളാഹിന്റെ ഒരു സഹനം കണ്ടപ്പോ, നിന്റെ ഈ ധൈര്യം കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. പക്ഷേ തീ കുണ്ടാരത്തിന്റെ മേലെ നിനക്കെന്തൊരു ധൈര്യമാണ്. അല്ലാഹ് വല്ലാത്ത ഹിൽമുള്ളവൻ തന്നെ. കിടത്തടോ അവനെ, കൊല്ലൂ അവനെ. സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ കിടത്താൻ വേണ്ടി പറയുമ്പോ മഹാനവറുകൾ മുഖം കൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞങ്ങ് കിടന്നിട്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. എന്റെ ശരീരം ആകാശഭൂമികളെ പടച്ച റബ്ബിലേക്ക് എല്ലാ തെറ്റായ ആശയങ്ങളെയും വിട്ടുകൊണ്ട് ഞാനിതാ
തിരിച്ചിരിക്കുന്നു. ഞാൻ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുന്നവനല്ല എന്ന് ഖിബിലക്ക് തിരിഞ്ഞങ്ങ് കിടന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഹജ്ജാജിന് ദേഷ്യം കൂടുകയാണ്. അവൻ പറയുന്നു, ഹവ്വിൽ വജ്ഹഹു അനിൽ ഖിബിലത്തി, ഖിബിലക്ക് തിരിയാൻ വിടല്ല അയാളെ പിടിച്ചിങ്ങോട്ട് തിരിക്കൂ. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പിടിച്ചു തിരിക്കും. അതേ സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ പിടിച്ചു തിരിക്കുമ്പോ മഹാനവറുകൾ വേറൊരായത്ത് ഓതുന്നു, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങളെങ്ങോട്ട് തിരിഞ്ഞാലും പടച്ചവന്റെ പൊരുത്തമുണ്ട്. എല്ലാ സ്ഥലത്തും വജ്ഹിന് മുഖമെന്നല്ല അർത്ഥം കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. റബ്ബ് അവരെ നന്നാക്കട്ടെ. ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാം നശിച്ചു പോകുന്നതാണ്, അല്ലാഹുവിന്റെ വജ്ഹ് ഒഴികെ എന്ന് ഖുർആനിലുണ്ട്. പടച്ചവന്റെ മുഖമൊഴിച്ച് ബാക്കിയൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തല്ലേ? അപ്പൊ അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം അതാ നശിക്കുമെന്നാണ് അതിനർത്ഥം. അതാണ് വയബ്ഖാ വജ്ഹു റബ്ബിക എന്ന സ്ഥലത്ത് ഇമാമിങ്ങളൊക്കെ വിവരിച്ചത് അല്ലാഹു അവശേഷിക്കുമെന്നാണ് അതിനർത്ഥം. അല്ലാഹന്റെ മുഖം അവശേഷിക്കുമെന്ന്. പടച്ചവൻ അങ്ങനെ അവയവങ്ങളുള്ളവനല്ല. അങ്ങനെ ഒരു വിശ്വാസത്തിൽപ്പെട്ട ആരും ഈമാൻ കിട്ടാതെ മരിച്ചു പോകരുതേ. ഐനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. വജ്ഹന്നഹാർ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടത് പകലിന്റെ മുഖമെന്നല്ല. അപ്പൊ വജ്ഹ് എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ഈ ആയത്തങ്ങോദിയപ്പോ എന്നാൽ അവനെ നിലത്തിട്ടങ്ങ് വലിച്ചോ എന്ന് ഹജ്ജാജ് ഓർഡർ ചെയ്തപ്പോൾ നിലത്തങ്ങ് തള്ളിയിടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ മറ്റൊരായത്തോതുകയാണ്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നീ എന്നെ മണ്ണിൽ തള്ളിയിട്ടിട്ട് എന്താണോ? ഭൂമിയിൽ നിന്നല്ലേ മനുഷ്യനല്ല മണ്ണിൽ നിന്നല്ലേ പടച്ചത്, അങ്ങോട്ടല്ലേ മടക്കുന്നത്, അതെ അതിൽ നിന്നല്ലേ പടച്ചത്, അങ്ങോട്ടല്ലേ മടക്കുന്നത്. ആ മണ്ണിൽ നിന്ന് മനുഷ്യനെ അല്ല വീണ്ടും ജീവിപ്പിച്ച് പുറപ്പെടുവിക്കുമെന്ന് അല്ല പറഞ്ഞിട്ടില്ലേ? ഹജ്ജാജിന് നിർവാഹമില്ല. വല്ലാത്തൊരുറപ്പും ഈമാനും വല്ലാത്ത ഭക്തിയും കറാമത്തുമുള്ള മഹാൻ തന്നെ. على رقبته السكين ضع السكين على قفاه واقطعوا رأسه. അവന്റെ കഴുത്തിൽ കൈവച്ച് കത്തിവെച്ച് നിങ്ങൾ വെട്ടൂ എന്ന് ഹജ്ജാജ് അങ്ങ് പറഞ്ഞപ്പോ അവനെ അനുസരിക്കുന്ന കക്ഷികൾ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കഴുത്തങ്ങറുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ചൊല്ലുന്നു. മഹാനവറുകളെ കൊല്ലപ്പെട്ടു പോയി. പക്ഷേ ആ സമയത്തൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാഹ്, ഇനിയൊരു പണ്ഡിതന്റെ ശരീരത്തിൽ കൈവെക്കാൻ ഇവൻ അവസരം കൊടുക്കരുതേ അല്ലാഹ്. 15 ദിവസത്തോളം കഴിയുമ്പോഴേക്ക് ഹജ്ജാജിന് രോഗം വന്നുപോയി. ഹജ്ജാജിന്റെ കഴുത്താരോ പിടിച്ച് ഞെരിക്കുന്നത് പോലെ അവനിങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നു, ദഊനി സഈദ് ഇബ്നു ജുബൈർ. അതേ സഈദ് ഇബ്നു ജുബൈറിനെ ഒന്ന് പിടിച്ചു മാറ്റിത്തരൂ. ഇവനിങ്ങനെ വിഷമിച്ച് കഴുത്ത് ഞെരുക്കും പോലെ വിഷമിക്കുമ്പോ ആളുകൾ ചോദിക്കുന്നു, എന്താ സംഗതി? സഈദ് ഇബ്നു ജുബൈർ ഇതാ, ഹാദാ സഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈർ ഇതാ യാഖിദും ബിഖനാഖി. എന്റെ കഴുത്ത് പിടിക്കുന്നു, എന്റെ കഴുത്ത് പിടിക്കുന്നു, ഒന്ന് മാറ്റിത്തരൂ, ഒന്ന് മാറ്റിത്തരൂ പറഞ്ഞുകൊണ്ട് അവനങ്ങ് ജീവൻ പോയി. ഓ
സഹോദരന്മാരെ, തബാറകസ്മു റബ്ബികദിൽ ജലാലി വൽ ഇക്റാം. ഏത് സ്വർഗത്തിന്റെ അനുഗ്രഹത്തെക്കാളും വലുത് അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന, അല്ലാഹുവിനെ ദിക്റ് ചൊല്ലുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന, അവനെ സ്നേഹിച്ചുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട വാചകങ്ങൾ പറയുന്നതിലും ചൊല്ലുന്നതിലും അല്ലാഹുവിലേക്ക് കൈയുയർത്തുന്നതിലുമാണ് കേട്ടോ. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കണം. അതിന്റെ പ്രചോദനമാണ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കാനുള്ള പ്രചോദനമാണ്. എന്ത് കാണുമ്പോഴും അവനല്ലേ ഇതുണ്ടാക്കിയത്, എന്ത് കിട്ടുമ്പോഴും അവനല്ലേ തന്നത്, എന്ത് കിട്ടുമ്പോഴും അതല്ലേ ആരിഫീകൾ ചൊല്ലി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരിങ്ങനെ റബ്ബിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ടുള്ള വാചകം ചൊല്ലി അതിലെടുക്ക് അവരതാ നോക്കുമ്പോ, എവിടെ നോക്കുമ്പോഴും അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അവര് നോക്കുമ്പോ ഒന്നും ഇവിടെ ഉള്ളതിൽ പറയാനില്ല. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അതേ, അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ഉള്ളതിൽ പറയാനില്ല. അവരങ്ങനെ ചൊല്ലി ചൊല്ലിയൊക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെയും അവർ ചൊല്ലി ലാ അന ഇല്ല അൻത ലാ അന ഇല്ല അൻത മാ അന ഇല്ല അൻത. അല്ലാഹുവേ, ഞാനൊരുള്ളതിൽ പറയാനില്ല, ഞാനൊരുള്ളതിൽ പറയാനില്ല, നീ മാത്രമേ ഉള്ളതിൽ പറയാനുള്ളൂ. അതാണ് ഔലിയാക്കളെ ദിക്ർ. മാ അന ഇല്ല അൻത, ഞാനൊരുള്ളതിൽ പറയാനില്ല, നീ മാത്രമേ ഉള്ളതിൽ പറയാനുള്ളൂ. അന്തൽ ഹാദി അന്തൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു. അവനല്ലാതെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനില്ല, അവൻ തന്നെയാണ് യാഥാർത്ഥ്യമായുള്ളവൻ. അല്ലാ, നീ അല്ലാതെ കൊടുക്കുന്നവനില്ല, നീ അല്ലാതെ തടയുന്നവനില്ല. ഇല്ലാഹു, അവരെന്ന് പറഞ്ഞാൽ അല്ലാഹ്. അങ്ങനെ അവരതാ അല്ലാഹുവിൽ ലയിച്ചുകൊണ്ടവരെ ജീവിതം നയിച്ചപ്പോ അല്ലാഹ് അവർക്ക് വലിയ കറാമത്ത് കൊടുത്തു. ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രസവിച്ച ഉടനെ അല്ലാഹു അക്ബർ എന്ന അല്ലാഹ് എന്ന പേര് കേട്ട നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് എന്ന പേരും ഉച്ചരിച്ച് മരിക്കാൻ കഴിയണം മുഅ്മിനീങ്ങളെ. റബ്ബേ, അതിന് സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. എത്ര നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. നാവ് കൊണ്ട് ചൊല്ലിക്കോ, ഖൽബിൽ ഓർമ്മിച്ചോ, റബ്ബിൽ ലയിച്ച് ജീവിച്ചോ. റബ്ബേ, ഞങ്ങളെ നീ അരം പോലെ ആക്കി കളയരുത് അല്ലാഹ്. അരം കൊണ്ട് അതാ ഒരുപാട് ഉപകരണങ്ങൾക്ക് മൂർച്ചമുണ്ടാക്കുന്ന വസ്തുവാണ് അത്. അല്ലാഹ്, സ്വന്തത്തിൽ മൂർച്ചയില്ലാതെ മറ്റുള്ളവർക്ക് മൂർച്ചം കൂട്ടുന്ന അരം പോലെ പ്രസംഗിക്കുന്ന ഞങ്ങളെ നീ അതപ്പതിപ്പിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ ഈമാനിന്റെയും തഖ്വയുടെയും നൂറിനെ നീ ഏറ്റിത്തരണേ അല്ലാഹ്. മഅരിഫത്തിന്റെ വെളിച്ചം തരണേ അല്ലാഹ്. ആരോഗ്യം തരണേ അല്ലാഹ്.